ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നാരായണ. ഹരി ഓം ഹരി ഓം. ഓം ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം. പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷദാന്തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം. യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ. ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ ശേതേ യദമൂഷു പൂരുഷഃ.
ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനി നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. നാരായണ. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ നവമസ്കന്ധം 2-ാം അധ്യായത്തിലാണ് നമ്മൾ. സൂര്യവംശ വർണ്ണനയാണ്. വൈവസ്വത മനുവിന്റെ പുത്രന്മാർ 10 പേരിൽ 5 പേരുടെ കഥ ചുരുക്കി കണ്ടു നമ്മൾ കഴിഞ്ഞ ദിവസം 18 ശ്ലോകങ്ങളെ കൊണ്ട്. ഇനി തുടർന്ന് മറ്റു മക്കളുടെ കഥയും വരുന്നു. അതാണ് നമ്മൾ കാണുന്നത്. വൈവസ്വത മനുവിന്റെ മക്കള് ഇക്ഷ്വാകു, മൃഗൻ, ശര്യാദി, ദിഷ്ടൻ, ദൃഷ്ടൻ, കരൂഷകൻ, നരിഷ്യൻ, പൃഷദ്രൻ, നഭകൻ, കവി. ഇങ്ങനെ 10 മക്കള്. അതിൽ പൃഷദ്രന്റെ കഥ ആദ്യത്തെ 12 ശ്ലോകങ്ങളെ കൊണ്ട് വർണ്ണിച്ചു. നൈഷ്ഠിക ബ്രഹ്മചാരിയായി സന്യാസിയായി മുക്തനായി തീർന്ന ഒരു മഹാത്മാവാണ് പൃഷദ്രൻ. അദ്ദേഹത്തിന്റെ കഥ വർണ്ണിച്ചതിന് ശേഷം പിന്നീട് കവിയുടെ കഥ 1 ശ്ലോകം കൊണ്ട് വർണ്ണിച്ചു. അദ്ദേഹവും അതുപോലെ ബാല്യത്തിൽ തന്നെ അല്ലെങ്കിൽ കൈശോരത്തിൽ തന്നെ വിരക്തനായി സന്യസിച്ച് ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ച് ഭഗവാനെ പ്രവേശിച്ച ആളാണ്. അതിനുശേഷം കാരൂഷൻ അദ്ദേഹത്തിന്റെ വംശം പറഞ്ഞു. കാരൂഷ വംശം. പിന്നീട് ദൃഷ്ടന്റെ വംശം പറഞ്ഞു. ക്ഷത്രിയരായി ജനിച്ചുവെങ്കിലും പിന്നീട് അവർ ബ്രാഹ്മണരായി തീർന്നു എന്ന് പറഞ്ഞത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അതിനുശേഷം മൃഗന്റെ വംശം വർണ്ണിച്ചു. അങ്ങനെ 5 പുത്രന്മാരുടെ കഥയാണ് പറഞ്ഞത്. ഇനി ബാക്കിയുള്ള പുത്രന്മാര്, അതിൽ ഏറ്റവും അവസാനമായിട്ടാണ് ഇക്ഷ്വാകുവിന്റെ വംശം പറയുക. കാരണം ഏറ്റവും വിശദീകരിച്ച് പറയുന്നത് ഇക്ഷ്വാകുവിന്റെ വംശമാണ്. അതല്ലാതെ പിന്നെ ശര്യാദിയുടെയും മറ്റു പുത്രന്മാരുടെയൊക്കെ കഥകളും കുറച്ച് വിസ്തരിക്കാനുണ്ട്. അതുകൊണ്ട് അതെല്ലാം ഏറ്റവും കൂടുതൽ വിസ്തരിക്കാനുള്ളത് പിന്നീടേക്ക് നീട്ടിവെച്ച് ചെറിയ ചെറിയ കഥകൾ ആദ്യം പറഞ്ഞ് പോവുകയാണ്. അപ്പോ ഇനി നമ്മൾ കാണുന്നത് നരിഷ്യന്തൻ, ദിഷ്ടൻ മുതലായവരുടെ കഥയാണ് ഈ അധ്യായത്തിൽ കാണാൻ പോകുന്നത്. വൈവസ്വത മനുവിന്റെ 2 മക്കളുടെ കഥ. നരിഷ്യന്തൻ, ദിഷ്ടൻ. നരിഷ്യന്തന്റെ കഥ 4 ശ്ലോകങ്ങളിലും ബാക്കി ശ്ലോകങ്ങളെ കൊണ്ട് ദിഷ്ടന്റെ കഥയും നമുക്ക് വായിക്കാം. വായിച്ചിട്ട്
ഇവരുടെ രണ്ടുപേരുടെയും കഥ കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ നവമസ്കന്ധേ ദ്വിതീയോऽധ്യായഃ. ശ്രീശുക ഉവാച ഏവം ഗതേദസുദ്യുമ്നി മനുർവൈവസ്വതഃ സുതേ പുത്രകാമസ്തപസ്തേപേ യമുനായാം ശതം സമാഹ. തതോ യജന്മനുർദേവം അപത്യാർത്ഥം ഹരിം പ്രഭും ഇക്ഷ്വാകുപൂർവജാൻ പുത്രാൻ ലേഭേ സ്വസദൃശാൻ ദശ. പൃഷദ്രസ്തു മനോഹോ പുത്രോ ഗോപാലോ ഗുരുണാ കൃതഃ. പാലയാമാസ ഗായത്തോ രാത്ര്യാം വീരാസനവ്രതഃ. ഏകദാ പ്രാവിശദ്ഗോഷ്ഠം ശാർദൂലോ നിശിവർഷതി. ശയാനാ ഗാവ ഉത്ഥായ ഭീതാസ്താ ബഭ്രമുർവ്രജേ. ഏകാം ജഗ്രാഹ ബലവാൻ സാ ചുക്രോശഭയാതുരാ. തസ്യാസ്തൽക്രന്ദിതം ശ്രുത്വാ പൃഷദ്രോ അഭിസസാരഃ. ഗഡ്ഗമാദായ തരസാ പ്രലീനോടുഗണേ നിശി. അജാനൻ അഹനദ് ബഭ്രോഃ ശിരഃ ശാർദൂലശങ്കയാ. വ്യാഘ്രോ വിവൃഗണശ്രവണോ നിസ്ത്രിംശാഗ്രാഹതസ്തതഃ. നിശ്ചക്രാമ ഭൃശം ഭീതോ രക്തം പതി സമുത്സൃജൻ. മന്യമാനോ ഹതം വ്യാഘ്രം പൃഷദ്രഃ പരവീരഃ. അദ്രാക്ഷീത് സ്വഹതാം ബഭ്രും യുഷ്ടായാം നിശി ദുഃഖിതഃ. തം ശശാപകുലാചാര്യഃ കൃതാഗസം അകാമതഃ. നക്ഷത്രബന്ധുഃ ശൂദ്രഃ ത്വം കർമ്മണാ ഭവിതാ മുനാ. ഏവം ശബ്ദസ്തു ഗുരുണാ പ്രത്യഗൃഹ്ണാത് കൃതാഞ്ജലിഃ. അധാരയത് വ്രതം വീരഃ ഊർധ്വരേതാ മുനിപ്രിയം. വാസുദേവേ ഭഗവതി സർവാത്മനി പരേ അമലേ. ഏകാന്തിത്വം ഗതോ ഭക്ത്യാ സർവഭൂതസുഹൃത് സമഃ. വിമുക്തസംഗശാന്താത്മാ സംയതാക്ഷോഭരിഗ്രഹഃ. യദൃച്ഛയോപപന്നേന കൽപ്പയൻ വൃത്തിമാത്മനഃ. ആത്മന്യാത്മാനമാദായ ജ്ഞാനതൃപ്തഃ സമാഹിതഃ. വിചചാര മഹീം ഏതാം ജഡാന്തബധിരാകൃതിഃ. ഏവം വൃത്തോ വനം ഗത്വാ ദൃഷ്ട്വാ ദാവാഗ്നിമുത്ഥിതം. തേനോപയുക്തകരണോ ബ്രഹ്മ പ്രാപ പരം മുനിഃ. കവിക്കനീയാൻ വിഷയേഷു നിസ്പൃഹോ വിസൃജ്യ രാജ്യം സഹ ബന്ധുഭിർവനം. നിവേശ്യ ചിത്തേ പുരുഷം സ്വരോചിഷം വിവേശ കൈശോരവയാഃ പരംഗതഃ. കരൂഷാദ് മാനവാദാസൻ കാരൂഷാ ക്ഷത്രജാതയഃ. ഉത്തരാപദഗോപ്താരോ ബ്രഹ്മണ്യാ ധർമ്മവത്സലാഃ. ദൃഷ്ടാദ്ധാർഷ്ടമഭൂക്ഷത്രം ബ്രഹ്മഭൂയം ഗതം ക്ഷിതൗ. നൃഗസ്യ വംശസ്സുമതിഃ ഭൂതജ്യോതിസ്തതോ വസുഃ. വസോഃ പ്രതീകസ്തൽപുത്രഃ ഓഗവാൻ ഓഗവത്പിതാ. കന്യാ ച ഓഗവതി നാമ സുദർശന ഉവാഹതാം. ചിത്രസേനോ നരിഷ്യന്താത് ദക്ഷസ്തസ്യ സുതോഭവത്. തസ്യ മീഡ്വാൻ തദകൂർച്ചഃ ഇന്ദ്രസേനസ്തു തൽസുതഃ. വീതിഹോത്രസ്തിന്ദ്രസേനാത് തസ്യ സത്യശ്രവാസ് അഭൂത്. ഉരുശ്രവാസുതസ്തസ്യ ദേവദത്തസ്തതോഭവത്. തതോ അഗ്നിവേശ്യോ ഭഗവാൻ അഗ്നിഃ സ്വയമഭൂത്സുതഃ. കാനീന ഇതി വിഖ്യാതോ ജാതൂകർണ്യോ മഹാൻ ഋഷിഃ. തതോ ബ്രഹ്മകുലം ജാതം അഗ്നിവേശ്യായനം നൃപ. നരിഷ്യന്താന്വയ പ്രോക്തോ ദിഷ്ടവംശം അതശൃണു. നാഭാഗോദിഷ്ടപുത്രോऽന്യഃ കർമ്മണാ വൈശ്യതാം ഗതഃ. ബലന്തനഃസുതസ്തസ്യ വത്സപ്രീതിർബലന്തനാത്. വത്സപ്രീതേ സുതഃ പ്രാംശുഃ തൽസുതം പ്രമതിം വിദുഃ. ഘനിത്രഃ പ്രമദേസ്തസ്മാത് ചാക്ഷുഷോദ വിവിംശതിഃ. വിവിംശതി സുതോരംഭഃ ഖനിനേത്രോऽസ്യ കാർമികഃ. കരന്തമോ മഹാരാജഃ തസ്യാസീദാത്മജോ നൃപ.
തസ്യാവീക്ഷിത്സുതോ യസ്യ മരുത്തഃ ചക്രവർത്യഭൂത സംവർത്തോ അയാജയദ്യം വൈ മഹായോഗ്യംഗിരസുതഃ. മരുത്തസ്യ യദാ യജ്ഞോ ന തദാന്യസ്യ കശ്ചന സർവം ഹിരണ്മയം ത്വാസീത് യത്കിഞ്ചിച്ചാസ്യ ശോഭനം അമാദ്യത് ഇന്ദ്ര സോമേന ദക്ഷിണാഭിർദ്വിജാതയഃ മരുതഃ പരിവേഷ്ടാരോ വിശ്വേ ദേവാഃ സഭാസദഃ. മരുത്തസ്യ തമഃ പുത്രഃ തസ്യാസീദ്രാജ്യവർദ്ധനഃ സുധൃതിസ്തൽസുതോ ജജ്ഞേ സൗധൃതേയോ നരസുതഃ. തൽസുതഃ കേവലസ്തസ്മാത് ബന്ധുമാൻ വേഗവാൻ തതഃ ബന്ധുസ്തസ്യാഭവത് യസ്യ തൃണബിന്ദുർമഹീപതിഃ. തം ഭേജയലംബുഷാ ദേവി ഭജനീയ ഗുണാലയം വരാപ്സരാ യതഃ പുത്രാഃ കന്യാ ച ഇടവിടാഭവത്. തസ്യാമുൽപാദയാമാസ വിശ്രവാധനദം സുതം പ്രാദായ വിദ്യാം പരമാം ഋഷിർയോഗേശ്വരാത് പിതുഃ. വിശാലഃ ശൂന്യബന്ധുശ്ച ധൂമ്രകേതുശ്ച തൽസുതാഃ. വിശാലോ വംശകൃത് രാജാ വൈശാലീം നിർമ്മമേ പുരീം. ഹേമചന്ദ്രസുതസ്തസ്യ ധൂമ്രാക്ഷസ്തസ്യ ചാത്മജഃ. തൽപുത്രാത് സംയമാദാസീത് കൃശാശ്വഃ സഹദേവജഃ. കൃശാശ്വാത് സോമദത്തോ ഭൂത യോ അശ്വമേധൈരിടസ്പതിം ഇഷ്ട്വാ പുരുഷമാപാഗ്ര്യാം ഗതിം യോഗേശ്വരാശ്രിതഃ. സൗമദത്തിസ്തു സുമതിഃ തൽസുതോ ജനമേജയഃ. ഏതേ വൈശാലഭൂപാലാഃ തൃണബിന്ദോർയശോധരാഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ ദ്വിതീയോധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ജ്ഞാനഗംഗ തുടർന്നൊഴുകുന്നു നവമസ്കന്ധത്തിലൂടെ. നവമസ്കന്ധം 2-ാം അധ്യായമാണ് നമ്മളിപ്പോൾ വായിച്ചത്. 1-ാം അധ്യായത്തിൽ വൈവസ്വതമനുവിന്റെ ആദ്യമുണ്ടായ സന്തതിയായ ഇള സുദ്യുമ്നായതും സുദ്യുമ്നൻ ഇളയായതും ആയിട്ടുള്ള കഥ വിസ്തരിച്ചു കണ്ടു. 2-ാം അധ്യായം വൈവസ്വതമനുവിന്റെ മറ്റ് ആൺകുട്ടികൾ 10 പേരുടെ കഥ ആരംഭിക്കുകയാണ്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 5 മക്കളുടെ കഥ കണ്ടു. പൃഷദ്രന്റെ കഥ. പൃഷദ്രൻ ഗുരുവിനാൽ അഥവാ വസിഷ്ഠനാൽ പശുക്കളെ പാലനം ചെയ്യുന്ന കാര്യത്തിൽ നിയോഗിക്കപ്പെട്ടുവെന്നും ഒരിക്കൽ രാത്രിയിൽ അദ്ദേഹം വളരെ ശ്രദ്ധയോടെ വീരാസനത്തിൽ പശുക്കൾക്ക് കാവലിരിക്കുന്ന സമയത്ത് ഒരു മഴയത്ത് കൂരിരുട്ടായിരുന്നു, നക്ഷത്രങ്ങളൊന്നും തെളിഞ്ഞില്ല. അങ്ങനെയുള്ള ഇരുട്ടത്ത് ഒരു വ്യാഘ്രം ആ തൊഴുത്തിലേക്ക് വന്ന് ആ സമയത്ത് പശുക്കളെല്ലാം ബഹളം വെച്ച് പരിഭ്രമിച്ചു. ഒരു പശുവിനെ വ്യാഘ്രം പിടികൂടിയെന്നും അതിന്റെ നിലവിളി കേട്ട് പാഞ്ഞു ചെന്ന ഈ പൃഷദ്രൻ തന്റെ കയ്യിലുള്ള വാളുകൊണ്ട് പുലിയാണെന്ന് കരുതി വെട്ടിയത് പശുവിനാണ് കൊണ്ടത്. അങ്ങനെ പശു ഹനിക്കപ്പെട്ടു, ഗോവധം ചെയ്യപ്പെട്ടു. പുലി ചെവി മുറിഞ്ഞു, ചോരയും ഒലിപ്പിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. രാവിലെ എഴുന്നേറ്റ് നോക്കിയതായിട്ടുള്ള വെളിച്ചം വന്നപ്പോൾ കണ്ടത് പശു ചത്തു കിടക്കുന്നതായിട്ടാണ്. വിവരം ഗുരുവിനെ അറിയിച്ചു. ഗുരു പൃഷദ്രനെ ശപിച്ച കഥ പറഞ്ഞു. എന്നുവെച്ചാൽ അദ്ദേഹത്തിന്റെ മനസ്താപം ശാപരൂപത്തില്, നീ ക്ഷത്രിയനായിരിക്കാൻ ഇപ്പോ യോഗ്യതയില്ല, നീ ശൂദ്രനാണ്, നിന്റെ ഭാവം ശൂദ്രത്വമാണ്, എന്നുവെച്ചാൽ നിനക്ക് തമോ ഗുണം ബാധിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ ശൂദ്രനായി പോ എന്ന മട്ടില് ശപിച്ചു എന്നും ആ ശാപത്തെ ശിരസ അഞ്ജലി കൂപ്പിക്കൊണ്ട് വഹിച്ചുകൊണ്ട്
പിന്നീട് അദ്ദേഹം ഒരു നൈഷ്ഠിക ബ്രഹ്മചര്യം സ്വീകരിച്ചുകൊണ്ട് ഭഗവത് ഭജനം ചെയ്ത് പരിശുദ്ധനായി തീർന്നു. ജീവൻ മുക്തനായി പിന്നീട് ദേഹത്തെ ഒരു കാട്ടുതീയിൽ ഉപേക്ഷിച്ച് വിദേഹമുക്തനും ആയിത്തീർന്നു. അപ്പൊ അങ്ങനെ തനിക്കൊരു ശാപം കിട്ടിയതിനെ പോലും അനുഗ്രഹമാക്കി മാറ്റിയ ഒരു മഹാത്മാവാണ് പൃഷദ്രൻ എന്ന് സൂര്യവംശത്തിലെ രാജാക്കന്മാരുടെ കഥ പറഞ്ഞപ്പോൾ ആദ്യത്തെ ആളുടെ കഥ തന്നെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു കഥയായിട്ട് വർണ്ണിച്ചു. അതിനുശേഷം കവി എന്ന് പറഞ്ഞ നൈഷ്ഠിക ബ്രഹ്മചാരിയായി ഈശ്വരപ്രാപ്തി നേടിയ മറ്റൊരു ഒടുക്കത്തെ മകനാണ്. വൈവസ്വത മനുവിന്റെ 10ാമത്തെ പുത്രനാണ് കവി. അപ്പൊ ഇവർ രണ്ടുപേരും വംശാഭിവൃദ്ധി ചെയ്തില്ല, അഥവാ വിവാഹം കഴിച്ചില്ല, സന്തതികളെ ജനിപ്പിച്ചില്ല. അവരുടെ കഥ ആദ്യം പറഞ്ഞു. പിന്നീട് കരൂഷൻ എന്ന പുത്രനെ കുറിച്ച് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വംശം കാരൂഷ വംശം. അവരിൽ ക്ഷത്രജാതികൾ ഉത്തരാപത ഗോപ്താരഹ, വടക്ക് ഭാഗം രക്ഷിക്കുന്ന സാമന്ത രാജാക്കന്മാരായി തീർന്നു. ബ്രാഹ്മണ പ്രിയരും ധർമ്മവത്സലരും ആയിരുന്നു അവർ എന്ന് പറഞ്ഞു. പിന്നീട് ദൃഷ്ടൻ എന്ന് പറയുന്ന ഒരു പുത്രന്റെ, വൈവസ്വത മനുവിന്റെ പുത്രന്റെ കഥ പറഞ്ഞു. അദ്ദേഹത്തില് ഉണ്ടായ പുത്രന്മാർ ദാർഷ്ട്രം എന്നുള്ള ക്ഷത്രിയ വംശമായി അറിയപ്പെട്ടു. എങ്കിലും പിന്നീട് അവര് ബ്രഹ്മഭൂയം ഗതം, ബ്രഹ്മഭാവത്തെ പ്രാപിച്ചു. എന്നുവെച്ചാൽ ബ്രാഹ്മണരായി തീർന്നു. ക്ഷത്രിയരായി ജനിച്ചവർ അവരുടെ പ്രവൃത്തി കൊണ്ട്, അവരുടെ ഗുണം കൊണ്ട്, യോഗ്യതകൾ കൊണ്ട് സാത്വികന്മാരായ ബ്രാഹ്മണരായി തീർന്നു. പിന്നീട് നൃഗന്റെ വംശം പറഞ്ഞു. അദ്ദേഹത്തിന്റെ പുത്രനായി സുമതി, അദ്ദേഹത്തിന്റെ പുത്രനായി ഭൂതജ്യോതി, അദ്ദേഹത്തിന്റെ പുത്രനായി വസു, വസുവിൽ നിന്ന് പ്രതീകൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ഓഗവാൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ഓഗവാൻ, ഓഗവതി എന്നൊരു കന്യയും ഉണ്ടായി. ആ ഓഗവതിയെ സുദർശനൻ എന്ന രാജാവ് വിവാഹം കഴിച്ചു. ഇത്രയും പറഞ്ഞാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. ഇനി നമുക്ക് 2ാം അധ്യായത്തിൽ 19ാം ശ്ലോകം മുതൽക്കുള്ള കഥ തുടരാം. വൈവസ്വത മനുവിന്റെ മക്കളുടെ വംശം. അതിൽ 19ാം ശ്ലോകം മുതൽ നരിഷ്യന്തന്റെ കഥ പറയുന്നു. 4 ശ്ലോകങ്ങളിൽ. ആ 4 ശ്ലോകങ്ങൾ ഒന്നുകൂടെ വായിക്കാം. ചിത്രസേനോ നരിഷ്യന്താത് ദക്ഷഃ തസ്യ സുതോഭവത് തസ്യ മീഡ്വാൻ തതഃ കൂർച്ചഃ ഇന്ദ്രസേനസ്തു തൽസുതഃ. ചിത്രസേനോ നരിഷ്യന്താത് ദക്ഷഃ തസ്യ സുതോഭവത് തസ്യ മീഡ്വാൻ തതഃ കൂർച്ചഃ ഇന്ദ്രസേനസ്തു തൽസുതഃ. ഈ നവമസ്കന്ധത്തില് രാജാക്കന്മാരുടെ വംശ പരമ്പരകൾ, അവരുടെ പേര് പറയാനാണ് ഏറ്റവും അധികം ശ്ലോകങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. എത്ര പേര്, ആയിരക്കണക്കിന് വംശാവലികളെ, അവരുടെ പേരുകളെ എടുത്തെടുത്ത് പറയുകയാണ് ഇവിടെ വ്യാസഭഗവാൻ, ശുഖബ്രഹ്മർഷിയൊക്കെ ചെയ്യുന്നത്. എല്ലാ പുരാണങ്ങളിലും ഇങ്ങനൊരു ഭാഗം ഉണ്ട്. ഈശാനുകഥ എന്നുള്ളത് 18 പുരാണങ്ങളിലും വരുന്ന കാര്യമാണ്. മന്വന്തരാനുകഥയും ഈശാനുകഥയും സർഗവിസർഗാദികളും പുരാണ ലക്ഷണങ്ങളാണ്. അത് മിനിമം പുരാണങ്ങളില് ഉണ്ടായിരിക്കണം. അപ്പൊ ഇതെല്ലാ പുരാണങ്ങളിലും പറയപ്പെട്ടിട്ടുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത്. പല പേരുകൾ, ഇത്രയും പേരുകൾ ഓർമ്മ വയ്ക്കണമെങ്കിൽ തന്നെ ഒരുപാട് ബുദ്ധിയും ഓർമ്മശക്തിയും അഭ്യാസവും വേണം. ഇന്നത്തെ ആളുകൾക്ക് ഒട്ടുമില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ, അല്ലേ? ബുദ്ധിയും മന്ദബുദ്ധികളായി, ഓർമ്മശക്തിയും മന്ദമായി, അഭ്യാസം തീരെ ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെയാ ഓർമ്മിക്കുക? എഴുതി വായിക്കാം നമുക്ക്. വരി വരിയായിട്ട് വ്യാസൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് വായിച്ചിട്ട് പറയാം. അപ്പോ ചിത്രസേനഃ നരിഷ്യന്താത്, നരിഷ്യന്തൻ എന്നുള്ള വൈവസ്വത മനുവിന്റെ ഒരു പുത്രനിൽ നിന്ന്, നരിഷ്യന്തനിൽ നിന്ന് ചിത്രസേനഃ, ചിത്രസേനൻ എന്നു പേരുള്ള ഒരു ക്ഷത്രിയനുണ്ടായി, രാജാവുണ്ടായി. തസ്യ സുതഃ ദക്ഷഃ അഭവത്,
ദക്ഷസ് തസ്യ സുതോ അഭവത്. തസ്യ സുത, അദ്ദേഹത്തിന്റെ പുത്രനായി ദക്ഷൻ ഭവിച്ചു. നമ്മളെ പൂർവ്വദക്ഷന്മാരൊന്നും അല്ല, ഇത് പുതിയൊരു ദക്ഷൻ. ഒരേ പേരിൽ നമ്മുടെ പുരാണങ്ങളിൽ അനേക ആൾക്കാരുണ്ട്. അതിന് നമ്മുടെ എന്താ പറയുക, പുരാണിക് എൻസൈക്ലോപീഡിയ നോക്കിയാൽ അറിയാം. ഒരേ പേരുള്ള എത്രയെത്ര കഥാപാത്രങ്ങൾ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് അവര് സൂചിപ്പിക്കുന്നുണ്ട്. വെട്ടമ്മാണി എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യാനിയാണ്, ജന്മം കൊണ്ട് ക്രിസ്ത്യാനി. അദ്ദേഹമാണ് വാസ്തവത്തില് നമ്മുടെ പുരാണങ്ങളിലെ കഥാപാത്രങ്ങളെക്കുറിച്ചും സന്ദർഭങ്ങളെക്കുറിച്ചും ഒക്കെ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു എൻസൈക്ലോപീഡിയ നിർമ്മിച്ചിട്ടുള്ള വലിയൊരു പുസ്തകമാണ് പുരാണിക് എൻസൈക്ലോപീഡിയ, വെട്ടമ്മാണി. അപ്പൊ അതില് ഈ പറഞ്ഞ ഓരോ കഥാപാത്രങ്ങളെയും നമ്മൾ അക്ഷരമാലാ ക്രമത്തില് കാണാം. അപ്പൊ ഒരു പേര് കൊടുത്താൽ തന്നെ അവിടെ തന്നെ എന്താ പറയുക, അതേ പേരിൽ അറിയപ്പെട്ടിരുന്ന അനേക ആളുകളുടെ പേര് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ ഒരേ പേരിൽ അനേകം പേരുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് പോകാം. ആരൊക്കെയാണ് ആരുടെയൊക്കെ മകനാണ് എന്നുള്ളത് ചുരുക്കി മനസ്സിലാക്കിക്കൊണ്ട് പോകാം. ഇതൊന്നും എന്താ പറയുക, മോക്ഷമാർഗത്തിലേക്ക് ആവശ്യമുള്ള വിദ്യയിട്ട് അല്ലേനും ആണോ? ഇതൊക്കെ അറിഞ്ഞാലേ മോക്ഷം കിട്ടുള്ളൂ എന്നുണ്ടോ? ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണ കാരണം. അപ്പൊ ഇതൊന്നും കാണാപ്പാഠം പഠിക്കേണ്ട കാര്യമില്ല, ഇതൊന്നും പഠിച്ചിരിക്കേണ്ട കാര്യം ഇല്ല, അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇല്ല. ഇതുകൊണ്ടല്ല മോക്ഷം കിട്ടാൻ പോകുന്നത്. മോക്ഷം ഈ പറയുന്ന വൈവിധ്യങ്ങളെല്ലാം ഒന്നാണെന്നറിയലാണ്. എത്രയോ പേരുകളാൽ അറിയപ്പെടുന്ന എത്രയോ വ്യക്തികളായി നമ്മൾ കഥാപാത്രങ്ങളായി അറിയപ്പെടുന്ന എല്ലാവരും ഒരേ പരമ്പൊരുളിന്റെ പ്രതിബിംബങ്ങളാണ്, റിഫ്ലക്ഷനുകളാണ്. ഒരേ സൂര്യൻ അനേക പാത്രങ്ങളിൽ പ്രതിബിംബിക്കുമ്പോൾ അനേക തരത്തിലുള്ള പ്രതിബിംബങ്ങളായി കാണപ്പെടുന്നത് പോലെ ഏകനായ പരമാത്മാവ് എല്ലാവരുടെയും സത്തയായി, ആത്മാവായി വിളങ്ങുന്നു. അല്ലാതെ ഈ വൈവിധ്യങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, വൈവിധ്യങ്ങളിലെ ഏകത്വത്തെ ഉറപ്പിക്കലാണ് നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത്. വൈവിധ്യങ്ങൾ സ്വാഭാവികമായി നമ്മൾ കാണുന്നതാണ്, അതിന് പ്രത്യേകിച്ച് ശാസ്ത്രം പഠിക്കേണ്ട കാര്യമില്ല, അതിനൊരു ഗുരുവിന്റെ ആവശ്യമില്ല. ഇവിടെ കാണുന്ന നാനാത്വം നമുക്ക് ഇപ്പൊ തന്നെ അനുഭവമാണ്, സത്യമാണ്. ഇത് ഇങ്ങനെയല്ല, ഇതല്ല സത്യം എന്ന് സ്ഥാപിക്കലാണ് ശാസ്ത്രങ്ങളുടെയൊക്കെ ധർമ്മം. എല്ലാ ശാസ്ത്രങ്ങളും ഈ വൈവിധ്യങ്ങളെ മുഴുവൻ എന്താ പറയുക, അതിന്റെ കാരണത്തിലേക്ക് നമ്മുടെ ബുദ്ധിയെ നയിച്ച് അതിന്റെ പരമ സത്തയിലേക്ക്, സത്യം പരം ധീമഹി, പരമസത്യത്തെ നമ്മൾ മറക്കാതിരിക്കുകയാണ് വേണ്ടത്. എല്ലാം നാരായണനിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഈ പേരിൽ അറിയപ്പെടുന്നവരൊക്കെ നാരായണൻ തന്നെയാണ് എന്ന് ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടാവട്ടെ. അതാണ് മുഖ്യം. ബാക്കി ഈ പേരുകളൊന്നും ഓർമ്മ വെച്ചില്ലെങ്കിലും ഇനി വല്ല ക്വിസിലൊക്കെ പങ്കെടുക്കണമെങ്കിൽ വേണ്ടിവരും. ഈ പുരാണിക് ക്വിസുകൾ, ഭാഗവതത്തിലെ നവമസ്കന്ധത്തിലെ കഥാപാത്രങ്ങളെ കുറിച്ചൊരു ക്വിസ് നടത്തുകയാണ് ആരെങ്കിലും ഒരു മത്സരമായിട്ട്. അതിൽ പങ്കെടുക്കണമെങ്കിൽ, സമ്മാനം കിട്ടണമെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ആ സമ്മാനം കൊണ്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ ജീവിതത്തിൽ എത്രയോ സമ്മാനങ്ങൾ നേടി, ഇതൊക്കെ എവിടെയുണ്ട്? എല്ലാം പോയി, ഒരു പ്രയോജനവും ഇല്ലാതെ പോയി. നമ്മുടെ അഭിമാനത്തെ കുറെ കൂടി വർദ്ധിപ്പിച്ചിട്ട് പോയി, അല്ലെ? അഹങ്കാരത്തെ വർദ്ധിപ്പിച്ചിട്ട് പോയി. ഓ, ഞാൻ ആ അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്, ഈ സമ്മാനം മേടിച്ചിട്ടുണ്ട്, ഈ പരീക്ഷയിൽ 1ാം റാങ്ക് മേടിച്ചിട്ടുണ്ട്, ഞാൻ ആരാ മോൻ എന്ന് നമ്മുടെ തൊലിക്കട്ടി കൂട്ടാനുള്ള പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. നിഷ്കളങ്കരാവാനല്ല, നമ്മളിൽ കളങ്കം ചാർത്താനുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. അതുകൊണ്ട് ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നും കൂടി അറിയണം. ഈ കഥകളിൽ നിന്ന് അതിന്റെ സാരമായിട്ടുള്ള എന്തെങ്കിലും ഉപദേശം ഉണ്ടെങ്കിൽ അത് മാത്രം സ്വീകരിക്കുക. ഇപ്പോൾ വൃഷദ്രന്റെ കഥയിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാനുള്ളതുണ്ട്. അദ്ദേഹം
ഒരു കയ്യബദ്ധം പറ്റി ശപിക്കപ്പെട്ടു. എന്നിട്ടും അദ്ദേഹം അതിനെ ഒരു അവസരമാക്കി മാറ്റി ഉയർന്നു മഹാത്മാവായി തീർന്നു. അത് പഠിക്കൂ. അല്ലാതെ അതിൽ നിന്ന് ഹൈ പാവം നിരപരാധി, അങ്ങേരെയും വസിഷ്ഠൻ ശപിച്ചു, ഈ താടിക്കാരൊക്കെ ഇങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞ് താടിക്കാരെ ചീത്ത വിളിക്കാതിരിക്കുക. താടിക്കാര് വളരെ സൂക്ഷ്മദർശികളാണ്. അവര് തങ്ങളുടെ ശിഷ്യന്മാരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും സൂക്ഷ്മമായി ദർശിച്ച് അവരെ തിരുത്താൻ, അവരെ നേരായ വഴിക്ക് നയിക്കാൻ ഇത്തിരി കണിശമായിട്ട് തന്നെ വാക്കുകൾ ഉപയോഗിക്കുകയും ശിക്ഷിക്കുകയോ ഒക്കെ ചെയ്യുന്നവരാണ്. അത് നല്ലതിനാണ്. അത് അവരുടെ അഭിമാനം കളഞ്ഞ് അവരെ കൂടുതൽ ആത്മതത്വത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ്. അത് തിരിച്ചറിഞ്ഞ് താടിക്കാര് ചെയ്യുന്നതൊക്കെ അഭിനന്ദിക്കുക. ശാപങ്ങളെല്ലാം അനുഗ്രഹമാണെന്ന് തിരിച്ചറിയുക. എല്ലാ സന്യാസിമാരുടെയും മഹാത്മാക്കളുടെയും ശാപം അതൊരു അനുഗ്രഹ വാക്കാണ്, പരോക്ഷമായി പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടേക്ക് തിരിച്ചു വരാം. നരിഷ്യന്താത് ചിത്രസേന, നരിഷ്യന്തനിൽ നിന്ന് ചിത്രസേനൻ, തസ്യ സുതഃ ദക്ഷഃ അഭവത്, അദ്ദേഹത്തിന്റെ പുത്രനായി ദക്ഷൻ ഭവിച്ചു. തസ്യ മീഡ്വാൻ, ആ ദക്ഷന്റെ പുത്രനായി മീഡ്വാൻ എന്ന പേരിലുള്ള ഒരാൾ ജനിച്ചു. തതഃ കൂർച്ചഃ, മീഡ്വാനിൽ നിന്ന് കൂർച്ചൻ ജനിച്ചു. കൂർച്ചൻ എന്നാണ് പേര്. അപ്പൊ കൂർച്ചൻ ജനിച്ചു. തൽസുതഃ ഇന്ദ്രസേനഃ, ആ കൂർച്ചന്റെ പുത്രനായി ഇന്ദ്രസേനൻ ഭവിച്ചു. അപ്പോ നരിഷ്യന്തൻ, ചിത്രസേനൻ, ദക്ഷൻ, മേഡ്വാൻ, കൂർച്ചൻ, ഇന്ദ്രസേനൻ, 6 തലമുറകളെ പറഞ്ഞു. തുടരാം. വീതിഹോത്രസ്തിന്ദ്രസേനാത് തസ്യ സത്യസ്രവാ അഭൂത് ഉരുസ്രവാ സുതസ്തസ്യ ദേവദത്തസ്തതോഭവത്. വീതിഹോത്രസ്തിന്ദ്രസേനാത് തസ്യ സത്യസ്രവാ അഭൂത് ഉരുസ്രവാ സുതസ്തസ്യ ദേവദത്തസ്തതോഭവത്. ഇന്ദ്രസേനാത് വീതിഹോത്ര, ഇന്ദ്രസേനനിൽ നിന്ന് വീതിഹോത്രൻ 7ാമത്തെ തലമുറ. തസ്യ സത്യസ്രവാഹ അഭൂത്, വീതിഹോത്രനിൽ നിന്ന് പുത്രനായിട്ട് സത്യസ്രവസ് എന്ന് പറയാം. സത്യസ്രവാ എന്ന് പറഞ്ഞാൽ സത്യസ്രവസ് 8ാമത്തെ തലമുറ. തസ്യ സുതഃ ഉരുസ്രവാഹ, സത്യസ്രവസിന്റെ പുത്രനായി ഉരുസ്രവസ് എന്ന പുത്രനുണ്ടായി 9ാമൻ. തതഃ ദേവദത്തഃ അഭവത്, ആ ഉരുസ്രവസിൽ നിന്ന് ദേവദത്തൻ ഭവിച്ചു 10ാമത്തെ തലമുറ. തുടർന്ന് തതോ അഗ്നിവേശ്യോ ഭഗവാൻ അഗ്നിഃ സ്വയമഭൂത് സുതഃ കാനീനൈതി വിഖ്യാതോ ജാതൂകർണ്യോ മഹാൻ ഋഷിഃ. തതോ അഗ്നിവേശ്യോ ഭഗവാൻ അഗ്നിഃ സ്വയമഭൂത് സുതഃ കാനീനൈതി വിഖ്യാതോ ജാതൂകർണ്യോ മഹാൻ ഋഷിഃ. തതഃ ഭഗവാൻ അഗ്നി അഗ്നിവേശ്യ സ്വയം അഭൂത് സുതഃ. തതഃ എന്ന് പറഞ്ഞാൽ മുമ്പിൽ പറഞ്ഞ ദേവദത്തൻ, അവസാനം പറഞ്ഞത് ദേവദത്തനായിരുന്നല്ലോ 10ാമത്തെ തലമുറ. ആ ദേവദത്തനിൽ നിന്ന് ഭഗവാൻ അഗ്നി, സ്വയം അഗ്നിദേവൻ തന്നെ അഗ്നിവേശ്യ, അഗ്നിവേശ്യൻ എന്ന പേരോടുകൂടെ സ്വയം സുതഃ അഭൂത്, താൻ തന്നെ പുത്രനായി ഭവിച്ചു. അപ്പോ അഗ്നിയുടെ ഒരു അവതാരം അല്ലെങ്കിൽ ഒരു അംശമാണ് അഗ്നിവേശ്യൻ എന്ന പേരില് ദേവദത്തന്റെ പുത്രനായിട്ട് അവതരിച്ചു എന്ന് പറയുന്നത്. സ്വയം ഭഗവാൻ അഗ്നി തന്നെ അഗ്നിവേശ്യൻ എന്ന പേരിൽ പുത്രനായി ഭവിച്ചു. ആർക്ക്? ദേവദത്തന്. 11ാമത്തെ തലമുറ അഗ്നിവേശ്യൻ. പിന്നീട് അദ്ദേഹത്തിന് മറ്റു പേരുകളും ഉണ്ടായി എന്ന് പറയുന്നത്. കാനീനഃ ജാതൂകർണ്യഃ ഇതി വിഖ്യാതോ മഹാൻ ഋഷി. അദ്ദേഹം തന്നെയാണ് കാനീനൻ എന്നും ജാതൂകർണ്യൻ എന്നും
പേരോടുകൂടിയ മഹാനായ ഋഷിയായി തീർന്നതും. അപ്പൊ ഒരേ അഗ്നിവേശ്യൻ തന്നെയാണ് കാനീനൻ, ജാദൂകർണ്യൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന മഹർഷി, ദേവദത്തന്റെ പുത്രൻ. അപ്പൊ ഒരാളുടെ കഥ തന്നെയാണ് അഗ്നി ഭഗവാൻ അവതരിച്ചതായിട്ടുള്ള അഗ്നിവേശ്യൻ എന്ന പേരിൽ. പിന്നീട് അദ്ദേഹം ജാദൂകർണ്യനും കാനീനനുമായി വിഖ്യാതനായി. 11ാം തലമുറ. തുടർന്ന് തതോ ബ്രഹ്മകുലം ജാതം അഗ്നിവേശ്യായനം നൃപ നരിഷ്യന്തന്മയഃ പ്രോക്തോ ദിഷ്ടവംശം അതശൃണു. തതോ ബ്രഹ്മകുലം ജാതം അഗ്നിവേശ്യായനം നൃപ നരിഷ്യന്തന്മയഃ പ്രോക്തോ ദിഷ്ടവംശം അതശൃണു. തതഃ അഗ്നിവേശ്യായനം ബ്രഹ്മകുലം ജാതം. തതഃ എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞ അഗ്നിവേശ്യൻ എന്ന അഗ്നിയുടെ അംശത്തിൽ നിന്ന്, കാനീനൻ, ജാദൂകർണ്യൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ആ മഹാത്മാവിൽ നിന്ന് 12ാമത്തെ തലമുറയായിട്ട് അഗ്നിവേശ്യായനം ബ്രഹ്മകുലം ജാതം, അഗ്നിവേശ്യായനം എന്ന പേരായ ബ്രഹ്മകുലം ബ്രാഹ്മണ വംശം ഉണ്ടായി. അപ്പൊ അതുവരേക്ക് ക്ഷത്രിയ വംശമായിരുന്നവർ പിന്നീട് കൺവേർട്ടായി. അല്ലേ? കൺവേർഷൻ അല്ല, ഇത് ട്രാൻസ്ഫോർമേഷനാണ്. സ്വയം ആന്തരികമായ ഗുണങ്ങളെ കൊണ്ട് പരിണമിച്ച് ബ്രാഹ്മണരായി തീർന്നു എന്നുള്ളതാണ്. അപ്പോ ആ അഗ്നിയുടെ അംശമായിരിക്കുന്ന അഗ്നിവേശ്യന് ശേഷം ബ്രഹ്മകുലമായി ഭവിച്ചു, ബ്രാഹ്മണകുലമായി ഭവിച്ചു. അഗ്നിവേശ്യായനം എന്ന പേരിൽ ഒരു ഗോത്രമായി, ഒരു വംശമായി അത് ഭവിച്ചു. അപ്പൊ ബ്രാഹ്മണരായി തീർന്നു. അപ്പൊ ഇവിടുന്ന് ആ ബ്രാഹ്മണരുണ്ടായത് വീണ്ടും ക്ഷത്രിയരിൽ നിന്ന് തന്നെയാണ് ഈ ബ്രാഹ്മണ വംശം ഉണ്ടായത്. അപ്പൊ അതാ പിടിച്ചോളൂ, ചാതുർവർണ്ണ്യത്തിന്റെ മറ്റൊരു തെളിവ്. എന്താണ് ചാതുർവർണ്ണ്യം? ചാതുർവർണ്ണ്യം ജന്മം കൊണ്ടല്ല, ഗുണകർമ്മ വിഭാഗശഃ, അവരുടെ ആന്തരികമായിട്ടുള്ള ഗുണങ്ങളാലും അവർ ചെയ്യുന്ന കർമ്മങ്ങളെ കൊണ്ടുമാണ് ഒരാൾ ഏത് വർണ്ണത്തിൽപ്പെടുന്നു എന്ന് നിർണയിക്കേണ്ടത്. അയാൾ ബ്രാഹ്മണനാണോ, ക്ഷത്രിയനാണോ, വൈശ്യനാണോ, ശൂദ്രനാണോ എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് സർക്കാരല്ല, ഏതെങ്കിലും മന്ദബുദ്ധികളല്ല, ഈ വർണ്ണ വ്യവസ്ഥയുടെ തത്വം അറിയുന്നവരായിരിക്കണം. അവന്റെ ഗുണം മനസ്സിലാക്കി അവൻ സാത്വികനാണോ, താമസനാണോ, രാജസനാണോ, അവന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, സാത്വിക ഗുണങ്ങൾ ബ്രാഹ്മണ ഗുണങ്ങൾ ആണോ ഉള്ളത്, അതോ രാജസ ഗുണങ്ങൾ ക്ഷത്രിയ ഗുണങ്ങളാണോ, അതോ താമസ ഗുണങ്ങൾ വൈശ്യന്റെയോ ശൂദ്രന്റെയോ സ്വഭാവമാണോ, ഇത് മനസ്സിലാക്കാൻ അറിവുള്ള പണ്ഡിതന്മാർക്കറിയാം. ഒരാളുടെ പ്രവൃത്തി നോക്കി, അയാളുടെ പെരുമാറ്റം നോക്കി, അയാളുടെ വാക്കുകൾ നോക്കി അയാളുടെ ഗുണം എന്താണെന്ന് നിർണയിക്കാൻ സാധിക്കും. നമ്മൾ തന്നെ പലരെ കുറിച്ചും പറയാറുണ്ട്, ആളൊരു സാത്വികനാണ്, അല്ലേ? ആളൊരു പരമസാത്വികനാണ്. വേറെ ചിലര് പേരിന് ബ്രാഹ്മണരൊക്കെ ആയിരിക്കാം, പക്ഷെ പ്രവൃത്തി കൊണ്ട് നമ്മൾക്ക് അവരോട് അറപ്പ് തോന്നും. ഹായ്, ചണ്ടാളനെ പോലെ പ്രവർത്തിക്കുന്നു. നമ്മൾ പറയാറുണ്ട്, വാസ്തവമാണത്. അവൻ തന്നെയാണ് ചണ്ടാളൻ. അച്ഛനും അമ്മയും ബ്രഹ്മബന്ധുക്കളായിരുന്നു, ബ്രാഹ്മണരായിരുന്നു, ആ കുലത്തിൽ ജനിച്ചു. പക്ഷെ പ്രവൃത്തി കൊണ്ട് ചണ്ടാളനെ പോലെ ജീവിക്കുന്നു, അവൻ ചണ്ടാളനാണ്. ഇത് ശാസ്ത്രസമ്മതമായിട്ടുള്ള കാര്യമാണ്. അല്ലാതെ ഏതെങ്കിലും സർക്കാർ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ല ഇതിന്റെ പ്രമാണം. അപ്പോ തതോ ബ്രഹ്മകുലം ജാതം അഗ്നിവേശ്യായനം നൃപ. അല്ലയോ രാജാവേ, അങ്ങേപോലുള്ള രാജാക്കന്മാർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണിത്. ഇങ്ങനെയാണ് ക്ഷത്രിയന്മാർ ബ്രാഹ്മണരാവുന്നു, ബ്രാഹ്മണർ ക്ഷത്രിയരാവുന്നു, വൈശ്യരായിത്തീരുന്നു. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവരുടെ ഗുണം മാറ്റം കൊണ്ട്, ഗുണവ്യതികരം കൊണ്ട് വർണ്ണ വ്യതികരം ഉണ്ടാകുന്നു. തുടർന്ന് നരിഷ്യന്താന്വയ പ്രോക്ത പറയുന്ന സുഖബ്രഹ്മർഷി, നരിഷ്യന്ത അന്വയ പ്രോക്ത, നരിഷ്യന്തന്റെ വംശം പറയപ്പെട്ടു. 12 തലമുറകളെ കുറിച്ച് പറഞ്ഞു. നരിഷ്യന്തനടക്കം 12 തലമുറകളെ കുറിച്ച് പറഞ്ഞു. പ്രോക്ത. ഇനി ദിഷ്ടവംശം അതഹ ശൃണു. അതഹ അനന്തരം ഇനി
ദിഷ്ടവംശം ശൃണു, വൈവസ്വതമനുവിന്റെ മറ്റൊരു പുത്രനായ ദിഷ്ടന്റെ വംശത്തെക്കുറിച്ച് കേൾക്കൂ എന്ന് അടുത്ത ആളുടെ വംശത്തെ പറയാനിരിക്കുന്നു. ദിഷ്ടന്റെ വംശം. നാഭാഗോ ദിഷ്ടപുത്രോന്യഃ കർമ്മണാ വൈശ്യതാം ഗതഃ ഫലന്തനസുതസ്തസ്യ വത്സപ്രീതിർഫലന്തനാത്. നാഭാഗോ ദിഷ്ടപുത്രോന്യഃ കർമ്മണാ വൈശ്യതാം ഗതഃ ഫലന്തനസുതസ്തസ്യ വത്സപ്രീതിർഫലന്തനാത്. അപ്പോ ദിഷ്ടന്റെ വംശം കേട്ടോളൂ എന്ന് പറഞ്ഞ് പറയണം. നാഭാഗ ദിഷ്ടപുത്ര അന്യ. ഇവിടെ ഒരു നാഭാഗനെ കുറിച്ച് പറയുന്നുണ്ട്. ആ നാഭാഗൻ അന്യ നാഭാഗ എന്ന് പറയുന്നുണ്ട്. മറ്റൊരു നാഭാഗൻ. അന്യ എന്ന് പറഞ്ഞാൽ മറ്റൊരുവൻ എന്ന് പറഞ്ഞാൽ വേറൊരു പ്രശസ്തനായൊരു നാഭാഗന്റെ കഥ പറയാനിരിക്കുന്നുണ്ട്. അത് വൈവസ്വതമനുവിന്റെ മറ്റൊരു പുത്രനായ നഭകന്റെ പുത്രനാണ് നാഭാഗൻ. അയാളാണ് ഫേമസ് നാഭാഗൻ. ആ നാഭാഗന്റെ പുത്രനായിട്ടാണ് നമ്മുടെ മറ്റൊരു വലിയ മഹാരാജാവായിട്ടുള്ള അംബരീഷൻ വരാനിരിക്കുന്നത്. അപ്പൊ ആ അംബരീഷന്റെ അച്ഛൻ നാഭാഗൻ വേറെ. അതാണ് നാഭാഗ നമ്പർ 1. ഇത് നാഭാഗ നമ്പർ 2. അതാണ് അന്യ എന്ന് പറഞ്ഞത്. ഇവിടെ ഇവരുടെ സീനിയോറിറ്റി അനുസരിച്ചല്ല ഇവിടെ കഥ പറഞ്ഞിരിക്കുന്നത്. ആരുടെ കഥയാണോ ചെറുത് അത് ആദ്യം പറഞ്ഞിരിക്കണേ. അതുകൊണ്ട് മറ്റേ നാഭാഗനാണ് പ്രമുഖൻ. അയാളുടെ കഥ പിന്നീട് പറയാം. ഇപ്പൊ വേറൊരു നാഭാഗന്റെ കഥ കേട്ടോളൂ എന്ന് പറഞ്ഞ് അന്യ നാഭാഗ ദിഷ്ടപുത്ര. ഒരു നാഭാഗൻ ദിഷ്ടന്റെ പുത്രനായിട്ട് ഉണ്ടായിരുന്നു. അയാൾ എന്തായി? കർമ്മണ വൈശ്യതാംഗത. അദ്ദേഹം കർമ്മം കൊണ്ട് വൈശ്യതയെ ഗമിച്ചു, വൈശ്യനായി തീർന്നു. അപ്പൊ കൃഷി, ഗോരക്ഷ, വാണിജ്യം ഇത്യാദി കർമ്മങ്ങൾ ചെയ്താൽ അവൻ വൈശ്യ സമ്പ്രദായമാണ്, വൈശ്യഗുണമാണ് അവനില്. അപ്പോ രാജ്യഭാരം ഏറ്റെടുക്കാനോ ക്ഷത്രിയധർമ്മം പരിപാലിക്കാനോ ഈ നാഭാഗൻ തയ്യാറായില്ല. മറ്റേ നാഭാഗൻ ക്ഷത്രിയനാവും. നഭകന്റെ പുത്രൻ നാഭാഗൻ ശ്രേഷ്ഠനായിട്ടുള്ള ക്ഷത്രിയനായി മാറും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ അന്യ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത്. മറ്റൊരു നാഭാഗൻ കർമ്മം കൊണ്ട് വൈശ്യതയെ പ്രാപിച്ചു. അദ്ദേഹത്തിന്റെ പുത്രനെ കുറിച്ച് പറയുന്നു. തസ്യ സുതഃ ബലന്തനഃ ബലന്തനാത് വത്സപ്രീതി. ആ നാഭാഗന്റെ പുത്രനാണ് ബലന്തനൻ. ബലന്തനന്റെ പുത്രനായിട്ട് വത്സപ്രീതി. ഇങ്ങനെ തലമുറകള് ഉണ്ടായി. തുടർന്നും പറയുന്നു. അപ്പൊ ഇവിടെ നാഭാഗൻ വൈശ്യതയെ പ്രാപിച്ചു. അദ്ദേഹത്തിന്റെ മക്കള് വൈശ്യന്മാരായി തീർന്നു എന്ന് പറയുന്നില്ല. മക്കള് ചിലപ്പോൾ ക്ഷത്രിയ ഗുണം പ്രകടിപ്പിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് ഇവിടെ ഒന്നും പറഞ്ഞില്ല. വംശമേ വൈശ്യരായി തീർന്നു എന്ന് പറഞ്ഞില്ല. ആ ഒരു വ്യക്തി മാത്രം വൈശ്യനായി തീർന്നു. നോക്കൂ, അപ്പൊ വളരെ സ്പെസിഫിക് ആണ് കാര്യങ്ങളൊക്കെ. അപ്പൊ അത് കഴിഞ്ഞ് തുടർന്ന് പറയുന്നു. വത്സപ്രീതേഹേ സുതഃ പ്രാംശുഃ തൽസുതം പ്രമതിം വിദുഃ ഘനിത്രഃ പ്രമദേസ്തസ്മാത് ചാക്ഷുഷോദ വിവിംശതിഃ. വത്സപ്രീതേ സുതഃ പ്രാംശുഃ തൽസുതം പ്രമതിം വിദുഃ ഘനിത്രഃ പ്രമദേസ്തസ്മാത് ചാക്ഷുഷോദ വിവിംശതിഃ. ഈ വത്സ്യപ്രീതിയുടെ പുത്രൻ വത്സപ്രീതേഹേ സുതഃ പ്രാംശുഃ. അയാളുടെ പേര് പ്രാംശു എന്നാണ്. നീ അദ്ദേഹത്തിന്റെ തൽസുതഃ പ്രമതിം വിദു. പ്രാംശുവിന്റെ പുത്രൻ പ്രമതി എന്ന പേരിൽ അറിയപ്പെടുന്നു. പ്രമതേഹേ ഘനിത്രഃ. പ്രമതിയിൽ നിന്ന് ഘനിത്രൻ എന്ന പേരിൽ ഒരു പുത്രനുണ്ടായി. അല്ലേ? പേരുകളൊക്കെ രസകരമാണ് അല്ലേ? ഘനിത്രം എന്ന് പറഞ്ഞാല് കൈക്കോട്ട് എന്നൊക്കെ അർത്ഥം. കുഴിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന മൺവെട്ടി, കൈക്കോട്ട്, ഇതിനൊക്കെ പറയുന്ന പേരാണ് ഘനിത്രൻ എന്നൊക്കെ. ഇവിടെ പുല്ലിംഗ ശബ്ദമായിട്ട് അയാളുടെ പേരായിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പൊ എന്തെങ്കിലും അയാളുടെ കഥയിൽ അതൊക്കെ ഉണ്ടാവും.
ഇപ്പൊ പ്രമതിയിൽ നിന്ന് ഘനിത്രൻ, തസ്മാത് ചാക്ഷുഷ, അവനിൽ നിന്ന് ചാക്ഷുഷൻ എന്ന പുത്രൻ ഉണ്ടായി. നമ്മുടെ പഴയ മനുവല്ല, ചാക്ഷുഷ മനുവല്ല. ആ ചാക്ഷുഷ മനു അഗ്നിപുത്രനായിരുന്നു. അത് വിവിംശതി, പിന്നെ വിവിംശതി, ചാക്ഷുഷനിൽ നിന്ന് വിവിംശതി എന്ന പുത്രനുണ്ടായി. അപ്പോ ദിഷ്ടന്റെ പുത്രനായി ദിഷ്ടൻ, നാഭാഗൻ, ഫലന്തനൻ, വത്സപ്രീതി, പ്രാംശു, പ്രമതി, ഘനിത്രൻ, ചാക്ഷുഷൻ, വിവിംശതി. 9ാം തലമുറ പറഞ്ഞു. തുടർന്ന് വിവിംശതി സുതോരംഭ ഘനിനേത്രോസ്യ ധാർമ്മിക കരന്തമോ മഹാരാജ തസ്യാസീതാത്മജോ നൃപ. വിവിംശതി സുതോരംഭ ഘനിനേത്രോസ്യ ധാർമ്മിക കരന്തമോ മഹാരാജ തസ്യാസീതാത്മജോ നൃപ. വിവിംശതി സുതഃ രംഭ, 10ാം തലമുറയായിട്ട് വിവിംശതിയുടെ പുത്രൻ രംഭനുണ്ടായി. ഇനി ഘനിനേത്രോ അസ്യ ധാർമ്മിക, രംഭന്റെ പുത്രൻ ധാർമ്മികനായിട്ടുള്ള ഘനിനേത്രൻ. ഘനിനേത്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ധർമ്മനിഷ്ഠനായിരുന്നതുകൊണ്ട് ധാർമ്മികൻ എന്ന് പറഞ്ഞു. പേരല്ല ധാർമ്മികൻ, സ്വഭാവം ധാർമ്മികൻ. അപ്പൊ ഘനിനേത്രനാണ് പേര്. ആരുടെ? രംഭന്റെ പുത്രൻ, 11ാം തലമുറ. കരന്തമോ മഹാരാജ തസ്യാസീത് ആത്മജോ നൃപ. തസ്യ ആത്മജ ആസീത്, ആരുടെ? ഘനിനേത്രന്റെ പുത്രനായി ഭവിച്ചു. ആരാണ്? കരന്തമഹ മഹാരാജ, കരന്തമൻ എന്ന മഹാരാജാവ്. അപ്പൊ നോക്കൂ, ആ സന്തതി പരമ്പര വൈശ്യരായിട്ടില്ല. ഇടയില് നാഭാഗൻ മാത്രം വൈശ്യനായി. പിന്നീടുള്ളവരൊക്കെ ക്ഷത്രിയ സ്വഭാവം തന്നെ പ്രകടിപ്പിച്ചു. അതിൽ മഹാരാജാവായ കരന്തമനും ഉണ്ടായിരുന്നു. അപ്പൊ ഒരാൾ വൈശ്യനായതുകൊണ്ട് ബാക്കിയുള്ളവരൊന്നും വൈശ്യനായില്ല. ഇതും കൂടി മനസ്സിലാക്കൂ. അപ്പൊ സ്വഭാവം കൊണ്ടാണ്, കർമ്മം കൊണ്ടാണ് ഒരാൾ വൈശ്യനോ ക്ഷത്രിയനോ ബ്രാഹ്മണനോ ശൂദ്രനോ ഒക്കെ ആകുന്നത്. ഇത് നമ്മള് എന്താ പറയുക, 101 ആവർത്തി എന്ന് പറഞ്ഞ പോലെ ആവർത്തിച്ച് സേവിച്ച് ഇത് ബോധ്യം വരണം എല്ലാവർക്കും. കേൾക്കുന്നവർക്കൊക്കെ ഇത് ആവർത്തിച്ച് കേട്ട് ഉറപ്പു വരണം. എന്താണ് വർണ്ണാശ്രമധർമ്മം, എന്താണ് വർണ്ണവ്യവസ്ഥയുടെ അടിസ്ഥാനം? അത് അവരവരുടെ ഗുണവും കർമ്മവും മാത്രമാണ്. വർണ്ണത്തിന് അടിസ്ഥാനം ജന്മമേ അല്ല എന്ന് നമ്മൾ ആവർത്തിച്ച് ഉച്ചത്തിൽ എല്ലാവരോടും വിളിച്ച് പറയാൻ ധൈര്യം കാണിക്കണം. അല്ലെങ്കിൽ ഇനിയും ജനങ്ങൾ മൂഢരായിട്ട് വർണ്ണാശ്രമധർമ്മത്തെ തെറി വിളിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ ആ ഒരു ശാസ്ത്രീയത മനസ്സിലാക്കാതെ, അത് എത്രയും ശാസ്ത്രീയമായിട്ടുള്ള വ്യവസ്ഥയാണ്. അത് മൂഢവ്യവസ്ഥയല്ല, പ്രാകൃത വ്യവസ്ഥയല്ല. തന്നെയാണ് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ് എന്താ പറയുക, നമ്മള് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അങ്ങനെ ആരെങ്കിലും വിഡ്ഢികള് വർണ്ണധർമ്മങ്ങളെ ചീത്ത വിളിച്ചാൽ അവരെ നല്ലോണം അങ്ങോട്ട് ചീത്ത വിളിക്കാനുള്ള അറിവുണ്ടാകണം, തൻ്റെ ഇടം ഉണ്ടാകണം. എടാ മൂഢ, പോയി പഠിച്ചിട്ട് വാ എന്താണ് വർണ്ണധർമ്മം എന്ന്. നിന്റെ തോന്നിയ വാസം പറയണ്ട എന്ന് അവരുടെ മുഖത്ത് നോക്കി പറയാനുള്ള തൻ്റെ ഇടം ഭൂരിപക്ഷത്തിന് ഉണ്ടാവണം. ഈ പറയുന്നവർ ന്യൂനപക്ഷമായി മാറണം. ആരാണോ ഭൂരിപക്ഷം അവർക്കാണല്ലോ ശക്തി. അപ്പൊ ഇപ്പൊ അവര് പറയുന്നതാണ് സമൂഹം കേട്ടോണ്ടിരിക്കുന്നത്. അത് മാറി സത്യം പറയാനുള്ള സമൂഹം വർദ്ധിച്ചു വരണം, എണ്ണം കൂടി വരണം. അതിനാണ് നിങ്ങളൊക്കെ ഇതൊക്കെ കേൾക്കുന്നത്. കേട്ടിട്ട് മിണ്ടാതെ വിഴുങ്ങാനുള്ളതല്ലതൊന്നും. അവനവന് മനസ്സിലാക്കി മിണ്ടാതെ അവനവന്റെ അറിവായിട്ട് ജ്ഞാനഘലന്മാരായി മിണ്ടാതിരിക്കരുത്. ഇത് ദൃഷ്ടാന്തങ്ങള് നമ്മുടെ പഴയ പുരാണത്തിൽ 5000 വർഷം മുമ്പുള്ള പുരാണത്തിലുള്ളതാണ് ദൃഷ്ടാന്തം. നമ്മുടെ വേദങ്ങളിലും ഗീതയിലും മഹാഭാരതത്തിലും ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ദൃഷ്ടാന്തങ്ങൾ. അതല്ലാതെ ഇപ്പോൾ പറയുന്ന ഏതെങ്കിലും പൊട്ടന്മാരുടെ അഭിപ്രായങ്ങളല്ല ദൃഷ്ടാന്തങ്ങൾ. അപ്പൊ നമുക്ക് തുടരാം.
അപ്പോ വിവിംശതി സുതോരംബഃ ഖനിനേത്രോസ്യ ധാർമ്മികഃ കരന്തമോ മഹാരാജഃ തസ്യാസീദാത്മജോ നൃപ തസ്യാവീക്ഷിത്സുതോ യസ്യ മരുത്തശ്ചക്രവർത്യഭൂത് സംവർത്തോയാജയത്യം വൈ മഹായോഗി അംഗിരസ്സുതഃ തസ്യാവീക്ഷിത്സുതോ യസ്യ മരുത്തശ്ചക്രവർത്യഭൂത് സംവർത്തോ അയാജയത്യം വൈ മഹായോഗി അംഗിരസ്സുതഃ. ആ വംശം തന്നെ തുടരുകയാണ്. കരന്തമനെ പറഞ്ഞുവല്ലോ, ആ കരന്തമന്റെ പുത്രനായിട്ട് തസ്യ അവീക്ഷിത് സുതഃ, തസ്യ അവീക്ഷിത്, തസ്യ പ്ലസ് അവീക്ഷിത് തസ്യാവീക്ഷിത് സന്ധി വന്നതാണ്. അപ്പൊ അവീക്ഷിത്ത് എന്നാണ് പുത്രന്റെ പേര്. സുതഃ, അവന്റെ പുത്രൻ യസ്യ മരുത്തഃ, അവീക്ഷിത്തിന്റെ പുത്രനാണ് മരുത്തൻ. അവൻ ആരായി? ചക്രവർത്തി അഭൂത്, ഭൂമണ്ഡലത്തിന്റെ മുഴുവൻ അധിപനായ ചക്രവർത്തിയായി തീർന്നു ഈ മരുത്തൻ. അപ്പൊ മരുത്തൻ വലിയ രാജാവായിരുന്നു, ചക്രവർത്തിയായി. അപ്പൊ നോക്കൂ, നാഭാഗൻ എന്ന വൈശ്യന്റെ മക്കളായി പിറന്നവര് എങ്ങനെ ക്ഷത്രിയരായിട്ട് കേമന്മാരായി ഭൂമി മുഴുവൻ ഭരിച്ചു, അതാണ് ഇവിടെ പറഞ്ഞത്. അതാ ചക്രവർത്തി അഭൂത്. എന്നിട്ടോ സംവർത്തോ അയാജയദ്യം വൈ മഹായോഗി അംഗിരസ്സുതഃ, മഹായോഗിയായ അംഗിരസ്സുതനായ സംവർത്തൻ യം വൈ അയാജയത്, ഏതൊരുവനെ തന്നെയാണോ യജിപ്പിച്ചത്, അയാജയത് എന്ന് പറഞ്ഞാൽ അയാജയത് യജിപ്പിച്ചു, യാഗം ചെയ്യിപ്പിച്ചു. ആരെ കൊണ്ടാ യാഗം ചെയ്യിപ്പിച്ചത്? മരുത്തനെ കൊണ്ട് യാഗം ചെയ്യിപ്പിച്ചു. ആരാ ചെയ്യിപ്പിച്ചത്? സംവർത്തൻ എന്ന പേരുള്ള ഋഷി. ആ സംവർത്തൻ ആരുടെ പുത്രനാണ്? അംഗിരസിന്റെ പുത്രൻ, മഹായോഗി. അപ്പൊ സ്വയം മഹായോഗിയായിരിക്കുന്ന സംവർത്തൻ എന്ന അംഗിരപുത്രൻ ഇദ്ദേഹത്തെ കൊണ്ട് വലിയൊരു അശ്വമേധയാഗം ചെയ്യിപ്പിച്ചു. ഒന്നോ എത്രയോ അശ്വമേധങ്ങളെ ചെയ്യിച്ചു. ഈ മരുത്തന്റെ യാഗത്തെക്കുറിച്ച് തുടർന്ന് പറയുകയാണ്. ഇതുപോലൊരു യാഗം ഭൂമിയിൽ മറ്റാരും ചെയ്തിട്ടില്ല എന്ന് പറയണം. അതാണ് മരുത്തസ്യ യഥാ യജ്ഞോ ന തദാ അന്യസ്യ കശ്ചന സർവം ഹിരൺമയം ത്വാസീത് യത്കിഞ്ചിച്ചാസ്യ ശോഭനം. മരുത്തസ്യ യഥാ യജ്ഞോ ന തദാ അന്യസ്യ കശ്ചന സർവം ഹിരൺമയം ത്വാസീത് യത്കിഞ്ചിച്ചാസ്യ ശോഭനം. മരുത്തസ്യ യജ്ഞഃ യഥാ, മരുത്തന്റെ യജ്ഞം എപ്രകാരമായിരുന്നുവോ തഥാ അന്യസ്യ ന കശ്ചന, അന്യനായിട്ടുള്ള ഒരാളുടെയും യജ്ഞം ന തഥ അപ്രകാരമായിട്ടില്ല. അപ്പോ മരുത്തന്റെ യജ്ഞത്തിനോട് താരതമ്യം ചെയ്യാൻ മറ്റൊരാളും യജ്ഞം ചെയ്തിട്ടില്ല. അത്രയും ഗംഭീര യജ്ഞമായിരുന്നു മരുത്തന്റേത്. എന്താ അതിന്റെ വിശേഷം? സർവം ഹിരൺമയം ത്വ ആസീത് യത്കിഞ്ചിച്ഛ അസ്യ ശോഭനം. ആ യാഗത്തില് യത്കിഞ്ചിത് അസ്യ യാഗസ്യ ശോഭനം അഭവത്. ശോഭനം എന്ന് പറഞ്ഞാൽ മംഗളപദാർത്ഥങ്ങള്, മംഗളവസ്തുക്കള്, പാത്രങ്ങള്, അതൊക്കെ എന്തൊക്കെയാണ്? സർവം ഹിരൺമയം ആസീത്, എല്ലാം സ്വർണ്ണ നിർമ്മിതമായിരുന്നു. അപ്പൊ മരുത്തന്റെ യജ്ഞത്തിൽ ഉപയോഗിച്ച സകല സാമഗ്രികളും സ്വർണ്ണ നിർമ്മിതം. മരം കൊണ്ടോ ചെമ്പ് കൊണ്ടോ പിച്ചള കൊണ്ടോ വെള്ളി കൊണ്ടോ ഒന്നുമല്ല. എല്ലാ പാത്രങ്ങളും സ്രുവം മുതലായ ഉപകരണങ്ങളും ഇരിപ്പിടങ്ങളും യാഗവേദികളും എന്ന് പറഞ്ഞ പോലെ എന്തൊക്കെ സ്വർണം കൊണ്ടുണ്ടാക്കാൻ പറ്റുമോ എല്ലാം സ്വർണമയം. അങ്ങനെ മരുത്തന്റെ യജ്ഞം സർവം സ്വർണമയമായതുകൊണ്ട് അത്രയും എന്താ പറയുക, സമൃദ്ധിയുടെ യജ്ഞമായിരുന്നു, ധാരാളം ദാനം ചെയ്ത യജ്ഞമായിരുന്നു. അതിന്റെ 7 അയലത്ത് വരാൻ മറ്റൊരു യജ്ഞം ഇല്ല എന്ന് മരുത്തന്റെ മാഹാത്മ്യം പറയണം ഇവിടെ. അപ്പൊ ഈ വംശത്തിലാണ് ഈ മരുത്തൻ ഉണ്ടായത്. ഈ മരുത്തൻ യാഗം ചെയ്തിടത്ത് കാലാകാലങ്ങളായിട്ട് മണ്ണിന്റെ അടിയിൽ പൂണ്ടുപോയി ഈ സ്വർണപാത്രങ്ങളൊക്കെ ഉപേക്ഷിച്ചത്. ഇയാൾ യാഗം കഴിഞ്ഞപ്പോ എല്ലാം ഉപേക്ഷിച്ചു. അതിനെയാണ് നമ്മുടെ യുധിഷ്ഠിരൻ മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് 3 അശ്വമേധയാഗം നടത്താൻ വേണ്ടി, കയ്യിലൊന്നുമില്ല പാപ്പര്, കാരണം ദുര്യോധനൻ ഭരിച്ച് മുടിച്ച് അല്ലേ
കടങ്ങൾ ഉണ്ടാക്കി വെച്ചു. നമ്മുടെ കേരള ഗവൺമെന്റിനെ പോലെ എല്ലാവർക്കും ആനുകൂല്യങ്ങൾ കൊടുത്ത് എല്ലാവരെയും തന്റെ പക്ഷത്താക്കാൻ വേണ്ടി ധൂർത്തടിച്ച് ദുര്യോധനൻ ഖജനാവ് കാലിയാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ രാജ്യഭാരം ഏറ്റെടുത്ത യുധിഷ്ഠിരന് ഭരിക്കാൻ നയാ പൈസയില്ല. അപ്പൊ അദ്ദേഹത്തോട് ശ്രീകൃഷ്ണൻ അശ്വമേധയാഗം നടത്താൻ പറഞ്ഞു. അപ്പൊ കൈമലർത്തി, എവിടുന്ന് അശ്വമേധയാഗം നടത്താൻ, എങ്ങനെ നടത്താൻ, ആര് നടത്താൻ എന്ന് യുധിഷ്ഠിരൻ കൈമലർത്തിയപ്പോ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇന്ന ഹിമാലയത്തിലെ ഇന്ന ഭാഗത്ത് ചെന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പഴയ സൂര്യവംശത്തിലെ ഒരു രാജാവായിരുന്ന മരുത്തൻ യാഗം ചെയ്ത ഭൂമിയില് കളച്ചു മറിച്ചു നോക്കിയാല് ധാരാളം സ്വർണപാത്രങ്ങളും സ്വർണ ഉപകരണങ്ങളും ഒക്കെ കിടപ്പുണ്ട്. അതെല്ലാം കിളച്ചെടുത്തിട്ട് വരൂ, അത് നമുക്കിതിലേക്ക് ഉപയോഗിക്കാം. ആ ധനം സ്വർണത്തെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും സംഘടിപ്പിക്കാം എന്ന് പറഞ്ഞ് കൃഷ്ണന്റെ ഉപദേശപ്രകാരം യുധിഷ്ഠിരൻ തന്റെ സഹോദരന്മാരെ അയച്ച് ഖനനം ചെയ്ത് പഴയ മണ്ണിലടിയിൽ പെട്ടുപോയതായിട്ടുള്ള ഈ യാഗ ദ്രവ്യങ്ങളെയെല്ലാം സ്വർണമയമായതിനെ കൊണ്ടുവന്നിട്ടാണ് 3 അശ്വമേധയാഗം ഗംഭീരമായിട്ട് നടത്തുന്നത്. അപ്പൊ നോക്കൂ, അതിന്റെ വെറും അവശിഷ്ടങ്ങളെ കൊണ്ട് യുധിഷ്ഠിരൻ 3 അശ്വമേധയാഗം നടത്തിയെങ്കിൽ രാജസൂയയാഗം നടത്തിയ ആളാണ് ഈ യുധിഷ്ഠിരൻ. അദ്ദേഹത്തിന് അശ്വമേധം നടത്താൻ ഈ മരുത്തന്റെ ഉച്ഛിഷ്ടം വേണ്ടി വന്നു, അല്ലെ, അവശിഷ്ടം വേണ്ടി വന്നു. അപ്പൊ ഇത്ര കേമാണെന്ന് പറയണം ഇവിടെ. മരുത്തസ്യ യഥാ യജ്ഞോ ന തദാ അന്യസ്യ കശ്ചന സർവം ഹിരൺമയം ത്വാസീത് യത് കിഞ്ചിച്ചാസ്യ ശോഭനം. ഓ, ഈ യാഗത്തിൽ ഉപയോഗിച്ച സർവ വസ്തുക്കളും സ്വർണമയമായിരുന്നു. അമാദ്യ ഇന്ദ്രഃ സോമേന ദക്ഷിണാഭിർദ്വിജാദയഃ മരുതഃ പരിവേഷ്ടാരോ വിശ്വേ ദേവാ സഭാസദഃ. ആ യാഗത്തില് ആരൊക്കെ എങ്ങനെയൊക്കെ സന്തോഷിച്ചു എന്ന് പറയണം. അമാദ്യ ഇന്ദ്രഃ സോമേന ദക്ഷിണാഭിർദ്വിജാദയഃ മരുതഃ പരിവേഷ്ടാരോ വിശ്വേ ദേവാ സഭാസദഃ. അപ്പോ ആ മരുത്തന്റെ യജ്ഞത്തിൽ അമാദ്യത് ഇന്ദ്രഃ സോമേന, ഇന്ദ്രഃ സോമേന അമാദ്യത്. ഇന്ദ്രൻ സോമരസം ഭുജിച്ച് മതിച്ചു, സന്തോഷിച്ചു. എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായി ആർക്ക്? ഇന്ദ്രന്. അപ്പൊ ഇന്ദ്രനെ നന്നായിട്ട് പ്രീതിപ്പെടുത്താൻ സാധിച്ചു ആർക്ക്? ഈ മരുത്തന്. അതുപോലെ ദക്ഷിണാഭിഹി ദ്വിജാതയഃ, ധാരാളം ദക്ഷിണകൾ കൊടുത്ത് ദ്വിജാതികൾ ബ്രാഹ്മണർ അമാദ്യത്, അവരും സന്തോഷിച്ചു. ദക്ഷിണകളെ കൊണ്ട് ബ്രാഹ്മണരും സന്തോഷിച്ചു. അമാദ്യൻ. പരിവേഷ്ടാരഃ മരുതഃ, ഈ യാഗത്തില് വിളമ്പുന്നവരാരായിരുന്നു? പരിവേഷ്ടനം ചെയ്യാന്ന് വിളമ്പ, സൽക്കാരം ചെയ്യുക. അവര് മരുത്തുക്കളായിരുന്നു. ദേവന്മാരിൽ തന്നെ 49 പേരുണ്ട് മരുത്തുക്കൾ എന്ന്, അല്ലെ? നമ്മള് ഷഷ്ഠസ്കന്ധത്തിൽ അവസാനം മരുതുൽപ്പത്തി കഥനം കണ്ടു. ദിതിയുടെ പുത്രന്മാരായി ഇന്ദ്രന്റെ വജ്രായുധമേറ്റ് 49 കഷ്ണങ്ങളാക്കിപ്പെട്ട, പിന്നീട് ഇന്ദ്രന്റെ പക്ഷത്ത് ദേവന്മാരായി തീർന്ന മരുത്തുക്കളുടെ കഥ. ആ മരുത്തുക്കൾ സ്വയം ദേവന്മാരാണ്. അവര് തന്നെ ഈ യാഗശാലയില് വിളമ്പുന്നവരായി ഭവിച്ചു എന്ന പരിവേഷ്ടാരഹ. അപ്പൊ അത്രയും കേമായിരുന്നു എന്നൊക്കെ. അവര് സ്വയം വിളമ്പാൻ തയ്യാറായി എന്ന് പറഞ്ഞാല് എത്ര കേമായിരിക്കും ആ യാഗം. വിശ്വേദേവ സഭാസദ, വിശ്വേദേവന്മാരെന്ന് പറയുന്ന ആ ദേവസമൂഹത്തിൽപ്പെട്ടവർ തന്നെ സഭാസദ, ആ സദസ്യന്മാര് സഭയിലിരിക്കുന്ന, സഭയെ അന്വേഷണം ചെയ്യുന്ന സൂപ്പർവൈസേഴ്സ് ആയിട്ട് തീർന്നു. ഈ മരുത്തുക്കൾ വിളമ്പുമ്പോൾ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് അന്വേഷിക്കുന്നവരായിട്ട്, സഭയിൽ കാര്യസ്ഥന്മാരായിട്ട്, മേൽനോട്ടക്കാരായിട്ടൊക്കെ വിശ്വേദേവന്മാർ ഭവിച്ചു എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ഗംഭീര യാഗമായിരുന്നു മരുത്തന്റെ. അതിന് സമാനമായിട്ടൊരു യാഗം, യജ്ഞം ഉണ്ടായിട്ടില്ല എന്ന് മരുത്തന്റെ യോഗ്യതയെ ഈ സൂര്യവംശത്തിലെ എന്താ പറയുക, ദിഷ്ടന്റെ വംശത്തിലാണ് ഈ മരുത്തനുണ്ടായത് എന്ന് പറഞ്ഞ് വംശമാഹാത്മ്യം സൂചിപ്പിച്ചതാണ്. തുടർന്ന്
മരുത്തസ്യ ദമഃ പുത്രഃ തസ്യാസീത് രാജ്യവർദ്ധനഃ സുധൃതിസ്തൽസുതോ ജജ്ഞേ സൗധൃതേയോ നരസുതഃ. മരുത്തസ്യ ദമഃ പുത്രഃ തസ്യാസീത് രാജ്യവർദ്ധനഃ സുധൃതിസ്തൽസുതോ ജജ്ഞേ സൗധൃതേയോ നരസുതഃ. മരുത്തസ്യ ദമഃ പുത്രഃ, മരുത്തന്റെ പുത്രനാണ് ദമൻ. ഇനി തസ്യ ആസീത് രാജ്യവർദ്ധനഃ, അദ്ദേഹത്തിന്റെ ദമന്റെ പുത്രനാണ് രാജ്യവർദ്ധനൻ എന്ന പേരിലൊരാള്. സുധൃതിഹി തൽസുതോ ജജ്ഞി, ആ രാജ്യവർദ്ധനന്റെ പുത്രനായി സുധൃതി ജാതനായി. സൗധൃതേയോ നരസുതഃ, സൗധൃതേയൻ എന്ന് പറഞ്ഞാൽ സുധൃതിയുടെ പുത്രനായിട്ട് നരൻ. നരൻ എന്നാണ് അയാളുടെ പേര്. അയാൾ സുധൃതിയുടെ പുത്രനായതുകൊണ്ട് സൗധൃതേയൻ എന്നാണ്. സൗധൃതേയനായി നരൻ അവതരിച്ചു, നരൻ ജനിച്ചു. അപ്പൊ നരനെ സൗധൃതേയൻ എന്നും വിളിക്കും, സുധൃതി പുത്രനായതുകൊണ്ട്. തുടർന്ന് തൽസുതക്കേവലസ്തസ്മാത് ബന്ധുമാൻ വേഗവാൻ തതഃ ബന്ധുസ്തസ്യാഭവത് യസ്യ തൃണബിന്ദുർമഹീപതിഃ. തൽസുതക്കേവലസ്തസ്മാത് ബന്ധുമാൻ വേഗവാൻ തതഃ ബന്ധുസ്തസ്യാഭവത് യസ്യ തൃണബിന്ദുർമഹീപതിഃ. ഇനി ആ നരൻ എന്ന സൗധൃതേയന്റെ പുത്രൻ തൽസുതഃ കേവലഃ, അങ്ങനെയുടെ പേര് കേവലൻ എന്നായിരുന്നു. പിന്നീട് തസ്മാത് ബന്ധുമാൻ, ആ കേവലന്റെ പുത്രനായി ബന്ധുമാൻ. വേഗവാൻ തതഃ, തതഃ വേഗവാൻ, ബന്ധുമാനിൽ നിന്ന് പിന്നീട് വേഗവാൻ ജനിച്ചു. കേവലൻ, കേവലന്റെ പുത്രനായി ബന്ധുമാൻ, ബന്ധുമാന്റെ പുത്രനായി വേഗവാൻ. ബന്ധുഹു തസ്യാഭവത്, വേഗവാന്റെ പുത്രനായി ബന്ധു, തസ്യ ബന്ധുഹു അഭവത്. അപ്പൊ വേഗവാന്റെ പുത്രനായി ബന്ധു ഭവിച്ചു. എന്നിട്ടോ യസ്യ തൃണബിന്ദുർ മഹീപതി, ആ ബന്ധുവിന്റെ പുത്രനാണ് തൃണബിന്ദു എന്നു പേരായ രാജാവ്. തൃണബിന്ദുവും മോശക്കാരനല്ല, കുറച്ച് കേമനായിട്ടുള്ള ആളാണെന്ന് സൂചിപ്പിക്കുകയാണ്. മഹീപതി രാജാവ്, ഭൂമിയുടെ മുഴുവൻ അധിപനായിട്ടുള്ള രാജാവ് തൃണബിന്ദു. അപ്പൊ ഈ വംശത്തിൽ ഇങ്ങനെ കേമന്മാരായിട്ടുള്ള ഒരുപാട് പേര് ഉണ്ടായിട്ടുണ്ട് എന്ന് കുറെ തലമുറകളായി, ഇപ്പൊ 15-ലധികം തലമുറകളെ എണ്ണി പറഞ്ഞു. എന്നിട്ട് തുടരുകയാണ്. തം വേദയലംബുഷാദേവി ഭജനീയ ഗുണാലയം വരാപ്സരായതഃ പുത്രാഃ കന്യാച ഇടവിടാഭവത്. തം ഭേജേ അലംബുഷാദേവി ഭജനീയ ഗുണാലയം വരാപ്സരായതഃ പുത്രാഃ കന്യാച ഇടവിടാഭവത്. അപ്പോ ഈ പറഞ്ഞ തൃണബിന്ദുവിന്റെ മാഹാത്മ്യം പറയണം വീണ്ടും. അവൻ എങ്ങനെയുള്ളവനാണ്? ഭജനീയ ഗുണാലയം, ഭജനീയ ഗുണങ്ങൾ, സേവിക്കാൻ യോഗ്യമായിട്ടുള്ള ഗുണങ്ങളുടെ ആലയം, വാസസ്ഥാനം. അപ്പോ എല്ലാ ഗുണങ്ങളുടെയും സ്രോതസ്സാണ് ആര്? ഈ തൃണബിന്ദു. അങ്ങനെയുള്ള തം വരാപ്സരാഹ അലംബുഷാദേവി ഭേജേ, അവനെ വരാപ്സര എന്ന് പറഞ്ഞാലോ അപ്സരസ്സുകളിൽ വരയായവൾ, ശ്രേഷ്ഠയായവൾ, അപ്സരശ്രേഷ്ഠയായ അലംബുഷ എന്ന് പറയുന്ന ദേവി. നമ്മളെ രംഭ, തിലോത്തമ, മേനക, ഉർവശി എന്നൊക്കെ പറഞ്ഞ പോലെ മറ്റൊരു അപ്സരസ്സാണ് അലംബുഷ. ആ അലംബുഷ എന്ന് പറയുന്ന ശ്രേഷ്ഠയായ ദേവി ഇദ്ദേഹത്തെ ബേജെ എന്ന് പറഞ്ഞാലോ ഭജിച്ചു, ഭർത്താവാക്കി, അദ്ദേഹത്തിന്റെ ഭാര്യയായി അദ്ദേഹത്തെ സേവിച്ചു. ആര്? ഈ അപ്സരസ് പോലും. അപ്പൊ അപ്സരസ് പോലും കാമിക്കുന്ന അത്രയും സൗന്ദര്യവും യോഗ്യതയും തികഞ്ഞ ആളായിരുന്നു ഭജനീയ ഗുണാലയനായിട്ടുള്ള തൃണബിന്ദു. എന്നിട്ട് പറയണു യതഃ പുത്രാഹ അഭവത്, മാത്രമല്ല ഇടവിടാ കന്യാച്ച അഭവത്. എത്ര, ഏതൊരുവളിൽ, ഏതൊരു അലംബുഷാദേവിയിൽ ഈ തൃണബിന്ദുവിന് 2 കന്യകമാരുണ്ടായി, പുത്രന്മാരും ഉണ്ടായി. പുത്രാഹ എന്നുള്ളത് കൊണ്ട് പുത്രന്മാര്, ഇടവിടാ കന്യ, ഇടവിട എന്ന കന്യകയും ഉണ്ടായി. ഇടവിട എന്നുള്ളത് ഒരു കന്യകയുടെ പേരാണ്.
ഇടവിട എന്ന കന്യകയും പുത്രന്മാരും ഈ തൃണബിന്ദുവിന് അലംബുഷ എന്ന അപ്സരസിൽ ജനിച്ചു. എന്നിട്ടോ തസ്യാം ഉൽപാദയാമാസ വിസ്രവ ധനദം സുതം അവാപ വിദ്യാം പരമാം ഋഷിർ യോഗേശ്വരാത് പിതുഃ. തസ്യാം ഉൽപാദയാമാസ വിസ്രവ ധനദം സുതം അവാപ വിദ്യാം പരമാം ഋഷിർ യോഗേശ്വരാത് പിതുഃ. തസ്യാം അവളിൽ, ആരാണ് അവള്? ഇടവിട എന്ന് പറഞ്ഞ അലംബുഷയുടെ മകൾ, തൃണബിന്ദുവിന്റെ മകൾ. അവളിൽ വിസ്രവാഹ ധനദം സുതമുൽപാദയാമാസ. വിസ്രവസ് എന്ന മഹർഷി, പുലസ്ത്യ മഹർഷിയുടെ പുത്രനാണ് വിസ്രവസ്. ആ വിസ്രവസിന്റെ മകനായിട്ടാണ് രാവണനും പിന്നീട് ജനിക്കാൻ പോകുന്നത്. ഇവിടെ ആദ്യപുത്രനായ വൈശ്രവണൻ എന്നറിയപ്പെടുന്ന കുബേരനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ വിസ്രവസ് ഈ ഇടവിടയിലാണ് ധനദം സുതം ഉൽപാദയാമാസ. ധനദൻ എന്ന് പറഞ്ഞാൽ ആരാ? കുബേരൻ, ലോകത്തിന് ധനത്തെ ദാനം ചെയ്യുന്നവൻ. ധനം ദദാതീതി ധനദഹ. അപ്പോ കുബേരൻ എന്ന പേരായ സുതനെ ഉൽപാദയാമാസ. അപ്പൊ ഈ സൂര്യവംശത്തിലെ തൃണബിന്ദു രാജാവിന്റെ മകളായ ഇടവിടയുടെ പുത്രനാണ് കുബേരൻ. വിസ്രവസിന് ഇടവിടയിലുണ്ടായ പുത്രനാണ് കുബേരൻ. അതാണ് വിസ്രവ ധനദം സുതം ഉൽപാദയാമാസ. അപ്പൊ കുബേരനെ ജനിപ്പിച്ച വംശം കൂടിയാണ്. ഋഷിഹി സഹ യോഗേശ്വരാത് പിതുഹു പരമാം വിദ്യാമവാപ. ഇവിടെ ഋഷി എന്ന് ഉദ്ദേശിച്ചത് കുബേരനെ തന്നെയാണ്. മഹാജ്ഞാനി, ദീർഘദൃഷ്ടി, വിവേകി എന്നൊക്കെ അർത്ഥത്തില് അതിസൂക്ഷ്മ ബുദ്ധിയായിട്ടുള്ള ഋഷി തുല്യനായിരിക്കുന്ന ആ കുബേരൻ യോഗേശ്വരാത് പിതുഹു, തന്റെ പിതാവ് വിസ്രവസ് മഹർഷി യോഗേശ്വരനാണ്, മഹായോഗേശ്വരനാണ്. അദ്ദേഹത്തിൽ നിന്ന് തന്നെ പരമാം വിദ്യാം അവാപ, അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു വിദ്യയെ, ഒരു സിദ്ധിയെ അഭ്യസിച്ചു, പ്രാപിച്ചു എന്നൊക്കെ അർത്ഥം. അന്തർദാനാദി സാമർഥ്യമുള്ളതായിട്ടുള്ള വിദ്യകളാണ്. അങ്ങനെയുള്ള പരമവിദ്യയെ അദ്ദേഹം അച്ഛനിൽ നിന്ന്, യോഗേശ്വരനായിട്ടുള്ള വിസ്രവസിൽ നിന്ന് തന്നെ അഭ്യസിച്ചെടുത്തു. അപ്പോ ആ കുബേരന്റെ ജനനം ഈ സൂര്യവംശത്തിലെ രാജാക്കന്മാരുടെ മകളുടെ മകനായിട്ടാണ്, ഇടവിടയുടെ മകനായിട്ടാണ് എന്ന് സൂചിപ്പിച്ചു. ദുഃഖാവംശത്തിന് മഹാത്മ്യം കൽപ്പിക്കുന്നതാണ്. എത്ര കേമായിട്ടുള്ള വംശമാണ് ഈ സൂര്യവംശം എന്ന് സൂചിപ്പിക്കുകയാണ്. തുടർന്ന് വിശാലഃ ശൂന്യബന്ധുശ്ച ധൂമ്രകേതുശ്ച തൽസുതാഃ വിശാലോ വംശകൃദ്രാജ വൈശാലീം നിർമ്മമേ പുരീം. വിശാലഃ ശൂന്യബന്ധുശ്ച ധൂമ്രകേതുശ്ച തൽസുതാഃ വിശാലോ വംശകൃദ്രാജ വൈശാലീം നിർമ്മമേ പുരീം. അപ്പോ ഈ കുബേരന്റെ മക്കളെ പറയണം. ആരൊക്കെയാണ് കുബേരന്റെ മക്കള്? വിശാലൻ, ശൂന്യബന്ധു, ധൂമ്രകേതു, തൽസുതാഹ. അല്ല, ഇത് നമ്മള് തൃണബിന്ദുവിന്റെ മക്കളായിട്ട് എടുക്കണം. മുമ്പേ പറഞ്ഞ പുത്രാഹ എന്ന് പറഞ്ഞു. ഇടവിട മകളാണെന്നും പുത്രാഹ ഉൽപാദയാമാസ എന്ന് പറഞ്ഞു, പുത്രന്മാരെ ഉൽപാദിപ്പിച്ചു. അപ്പൊ ആ തൃണബിന്ദുവിന്റെ മക്കളായിട്ട് വിശാലൻ, ശൂന്യബന്ധു, ധൂമ്രകേതു 3 പേര്. അതിൽ വിശാലോ വംശകൃത് രാജ, ഈ വംശത്തെ തുടർന്ന് വർദ്ധിപ്പിച്ചത് വിശാലൻ എന്ന രാജാവാണ്. ഈ തൃണബിന്ദുവിന്റെ പരമ്പര വർദ്ധിപ്പിച്ചത് വിശാലൻ എന്ന രാജാവാണ്. അദ്ദേഹം എന്ത് ചെയ്തു? വൈശാലീം നിർമ്മമേ പുരി, വൈശാലീം പുരീം നിർമ്മമേ, വൈശാലി എന്ന പേരുള്ളതായിട്ടുള്ള പുരിയെ അദ്ദേഹം നിർമ്മിച്ചു. വൈശാലി എന്നുള്ള ദേശം, എന്നുള്ള നഗരം നിർമ്മിച്ചത് ഈ വിശാലൻ എന്ന രാജാവായതുകൊണ്ടാണ്. വിശാലന്റെ മകൾ എന്നുള്ള അർത്ഥത്തില് ആ പുരിക്ക് പേര് വന്നു വൈശാലി. അപ്പൊ അങ്ങനെ വൈശാലി എന്ന പേര് നിർമ്മിച്ചു. നമ്മുടെ ഇന്നത്തെ എന്താ പറയുക, ബീഹാർ, ഒറീസ പ്രദേശങ്ങളാണ് വൈശാലി എന്നറിയപ്പെടുന്നതായിട്ടുള്ള ദേശമായിട്ട് വരുന്നത്.
അപ്പോ ആ ദേശം, ആ പുരി നിർമ്മിച്ചത് വിശാലൻ എന്ന രാജാവാണ്, വംശകൃത് രാജ. തുടർന്ന് ഹേമചന്ദ്രഃ സുതസ്തസ്യ ധൂമ്രാക്ഷസ്തസ്യ ചാത്മജഃ തൽപുത്രാത് സംയമാദാസീത് കൃശാശ്വഃ സഹദേവജഃ. ഹേമചന്ദ്രസുതസ്തസ്യ ധൂമ്രാക്ഷസ്തസ്യ ചാത്മജഃ തൽപുത്രാത് സംയമാദാസീത് കൃശാശ്വഃ സഹദേവജഃ. ആ വിശാലന്റെ വംശത്തെ പറയണ. വിശാലന്റെ പുത്രനായിട്ട് ഹേമചന്ദ്രഃ, ഹേമചന്ദ്രഃ സുതഃ തസ്യ, തസ്യ സുതഃ ഹേമചന്ദ്രഃ ധൂമ്രാക്ഷഃ തസ്യ ച ആത്മജഃ. ആ ഹേമചന്ദ്രന്റെ മകനായിട്ട് ധൂമ്രാക്ഷൻ ജനിച്ചു. തൽപുത്രാത് സംയമാത് ആസീത് കൃശാശ്വഃ സഹദേവജഃ. അപ്പോ ധൂമ്രാക്ഷൻ പറഞ്ഞല്ലോ, അവന്റെ പുത്രനാണ് സംയമൻ. തൽപുത്രാത് സംയമാത് എന്ന് പറഞ്ഞതിലൂടെ ധൂമ്രാക്ഷസ്യ പുത്രാത് സംയമാത്, അപ്പൊ ധൂമ്രാക്ഷസ്യ പുത്രഃ സംയമഃ എന്ന് അണ്ടർസ്റ്റുഡ്. അത് കഴിഞ്ഞ് അവനിൽ നിന്ന് കൃശാശ്വഃ സഹദേവജഃ. അപ്പോ സഹദേവൻ എന്ന പുത്രനുണ്ടായി. ആരിൽ നിന്ന്? സംയമനിൽ നിന്ന് സഹദേവനും, സഹദേവനിൽ നിന്ന് കൃശാശ്വനും. സഹദേവജഃ കൃശാശ്വഃ, സഹദേവന്റെ പുത്രനായി കൃശാശ്വനും ജനിച്ചു. അപ്പൊ അങ്ങനെ വിശാലന്റെ പുത്രൻ ഹേമചന്ദ്രൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ധൂമ്രാക്ഷൻ, അദ്ദേഹത്തിന്റെ പുത്രൻ സംയമൻ, അദ്ദേഹത്തിന്റെ പുത്രൻ സഹദേവൻ, സഹദേവപുത്രൻ കൃശാശ്വൻ. ഇങ്ങനെ ആ വംശപരമ്പര. ദിഷ്ടൻ എന്ന രാജാവിന്റെ വംശം ഇത്രയും വിപുലമായിരുന്നു, ഇത്രയും തലമുറകൾ ഉണ്ടായിരുന്നു, കുറ്റിയറ്റ് പോയില്ല. ധാരാളം സന്തതി സൗഖ്യം അനുഭവിച്ച ആ ഒരു വംശമായിരുന്നു അത് എന്ന് പറയാം. എല്ലാവരും കേമന്മാരായിരുന്നു. തുടർന്ന് കൃശാശ്വാത് സോമദത്തോ ഭൂത യോ അശ്വമേധൈർ ഇടസ്പതിം ഇഷ്ട്വാ പുരുഷമാപാഗ്ര്യാം ഗതിം യോഗേശ്വരാശ്രിതഃ. കൃശാശ്വാത് സോമദത്തോ ഭൂത യോ അശ്വമേധൈരിടസ്പതിം ഇഷ്ട്വാ പുരുഷമാപാഗ്ര്യാം ഗതിം യോഗേശ്വരാശ്രിതഃ. അപ്പോ കൃശാശ്വനെ പറഞ്ഞു. ആ കൃശാശ്വാത് സോമദത്തഃ അഭൂത്. കൃശാശ്വനിൽ നിന്ന് സോമദത്തൻ ഭവിച്ചു. അടുത്ത തലമുറ കൃശാശ്വന്റെ പുത്രനായി സോമദത്തൻ ഭവിച്ചു. യോ അശ്വമേധൈഹി ഇടസ്പതിം ഇഷ്ട്വാ പുരുഷം ആപ അഗ്രിയാം ഗതി യോഗേശ്വരാശ്രിതഃ. അപ്പൊ ആ സോമദത്തൻ എന്ത് ചെയ്തു? യഹ അശ്വമേധൈഹി, അശ്വമേധയാഗങ്ങളെ കൊണ്ട്, അപ്പൊ അനേക അശ്വമേധയാഗങ്ങളെ കൊണ്ട് ഇടസ്പതിം ഇഷ്ട്വ. ഇടസ്പതി എന്ന് പറഞ്ഞാൽ ലോകേശ്വരൻ, ഭൂമിയുടെ പതി, ലോകനാഥൻ എന്നൊക്കെ അർത്ഥമാണ്. ഭഗവാനെ, ലോകനാഥനായ എന്താ പറയുക, നാരായണമൂർത്തിയെ ഇഷ്ട്വ, യജിച്ചിട്ട്, യാഗം ചെയ്തിട്ട്, പൂജിച്ചിട്ട്, യോഗേശ്വരാശ്രിത, ആ യോഗേശ്വരനായ ഭഗവാനെ തന്നെ ആശ്രയിച്ചവനായിട്ട് അഗ്രിയാം ഗതിം ആപ. അഗ്രിയാം ഗതിം, ഗതിം അഗ്ര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായത്. ഗതി സ്ത്രീലിംഗമായതുകൊണ്ട് അഗ്രിയാം ഗതിം എന്ന് പറഞ്ഞു. ഏറ്റവും ശ്രേഷ്ഠമായ ഗതി എന്ന് വെച്ചാൽ മോക്ഷത്തെ എന്ന് തന്നെ പറയാം. ഭഗവാനെ, യോഗേശ്വരനായ ഭഗവാനെ ആശ്രയിച്ചാൽ പിന്നെ എന്താ കിട്ടുക? അദ്ദേഹത്തിന് വേറെ ഭൗതികമായിട്ടൊന്നും കിട്ടാനില്ല. കാരണം അശ്വമേധയാഗം ചെയ്ത ആളാണ്, അനേക അശ്വമേധങ്ങൾ ചെയ്ത ആളാണ്. അപ്പൊ ഭൂമി മുഴുവൻ സ്വന്തമായിട്ടുള്ള ആളാണ്. അയാൾക്ക് യാതൊരു നിസ്സാര വസ്തുക്കളും കിട്ടിയതുകൊണ്ട് തൃപ്തനാവാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ അഗ്രിയാം ഗതി, മോക്ഷം എന്നുള്ളതായിട്ടുള്ള ഗതിയെ, ഭഗവാനെ തന്നെ അദ്ദേഹം പ്രാപിച്ചു, അഥവാ പരമഗതിയെ പ്രാപിച്ചു. അപ്പൊ സോമദത്തൻ ഇടസ്പതിയായ ഭഗവാനെ ആരാധിച്ച് ആ പുരുഷനെ പ്രാപിച്ചു. ഇഷ്ട്വാ പുരുഷം, ഇടസ്പതിം പുരുഷം ഇഷ്ട്വാ, ലോകനാഥനായ പുരുഷനായ ഭഗവാനെ ആരാധിച്ച് യോഗേശ്വരാശ്രിതനായിട്ട്, യോഗേശ്വരനായ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് അഗ്രിയാം ഗതിമാപ, ഉത്തമമായിട്ടുള്ള ഗതിയെ പ്രാപിച്ചു. സൗമദത്തിസ്തു സുമതിഹി തൽസുതോ ജനമേജയഃ ഏതേ വൈശാലഭൂപാലാഃ തൃണബിന്ദോർയശോധരാഃ. സൗമദത്തിസ്തു സുമതിഹി തൽസുതോ ജനമേജയഃ ഏതേ വൈശാലഭൂപാലാഃ തൃണബിന്ദോർയശോധരാഃ. അപ്പോ
സൗമദത്തി തു സുമതി എന്ന് പറഞ്ഞാൽ സോമദത്തനാണ് ഇപ്പൊ അവസാനം യാഗം ചെയ്ത കാര്യം പറഞ്ഞത്. ഭഗവാനെ പ്രാപിച്ചു എന്ന് പറഞ്ഞില്ലേ, ആ സോമദത്തന്റെ മകനായി, അതാണ് സൗമദത്തി. സോമദത്തന്റെ പുത്രൻ സൗമദത്തി. അയാളുടെ പേരെന്താണ്? സുമതി. പേരുകൊണ്ട് സുമതി, അച്ഛന്റെ പേരുകൊണ്ട് സൗമദത്തി. തൽസുത, അദ്ദേഹത്തിന്റെ പുത്രൻ സുമതി. ഇനി അദ്ദേഹത്തിന്റെ പുത്രനോ? തൽസുത ജനമേജയ. ജനമേജയൻ എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ പുത്രൻ. നമ്മുടെ മറ്റേ ജനമേജയൻ അല്ല. ഇവിടെ പരീക്ഷത്തിന്റെ മകനല്ലല്ലോ. പരീക്ഷത്തിന് അറിയാം, അതുകൊണ്ട് പ്രത്യേകം പറയേണ്ടി വന്നില്ല. ഇവിടെ ആരോടാ പറയണത്? സുഖബ്രഹ്മർഷി പരീക്ഷത്തിനോടാണ് പറയുന്നത്. അപ്പൊ പരീക്ഷത്തിന്റെ മകന്റെ പേര് ജനമേജയനാണ്. അതിനെ വേർതിരിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? പറയേണ്ട ആവശ്യമില്ല. അങ്ങയുടെ മകനായി ജനമേജയനല്ല, അന്യഹ ജനമേജയ എന്ന് പറയേണ്ട ആവശ്യം ഇല്ല. സംശയമുള്ളവരോടെ പറയേണ്ട ആവശ്യമുള്ളൂ. നമ്മളോടൊക്കെ പറയണം, അല്ലേ? കാരണം നമ്മള് പരീക്ഷിത്തല്ല, ജനമേജയന്റെ അച്ഛനല്ല. അതുകൊണ്ട് നമ്മളോട് പറയണം, ഇത് ആ ജനമേജയനല്ല കേട്ടോ, പരീക്ഷത്തിന്റെ പുത്രനായിട്ടുള്ള ജനമേജയനല്ല, ഇത് വേറൊരു ജനമേജയൻ. ആരുടെ വംശത്തിലെ? തൃണബിന്ദുവിന്റെ വംശത്തിലെ, ദിഷ്ടന്റെ വംശത്തിലെ, സൂര്യവംശത്തിലെ കേമനായിട്ടുള്ള ജനമേജയൻ. അപ്പോ ജനമേജയ ഏതേ വൈശാല ഭൂപാലാഹ, ഇവരൊക്കെ ആ വൈശാല ദേശത്തിന്റെ, വൈശാലി എന്ന് പറയുന്ന ദേശത്തിന്റെ ഭൂപാലന്മാരായി ഭവിച്ചു, രാജാക്കന്മാരായി ഭവിച്ചു. തൃണബിന്ദോഹോ യശോധരാഹ, ആ തൃണബിന്ദു എന്ന് പറയുന്ന പൂർവീകന്റെ യശസ്സിനെ നിലനിർത്തിയവരാണ്, ധരിച്ചവരാണ്. അപ്പൊ തൃണബിന്ദു മോശക്കാരനല്ല, അദ്ദേഹത്തിന്റെ വംശത്തിലുള്ള ആളുകൾ ആരും തന്നെ മോശമല്ല, എല്ലാവരും ആ യശസ്സിനെ നിലനിർത്തുന്നവരായിരുന്നു. അപ്പൊ ഈ പേരക്കുട്ടികളിലൂടെ മുത്തശ്ശനായ തൃണബിന്ദുവിനെ എല്ലാവരും സ്മരിക്കാൻ ഇടയായി എന്നർത്ഥം. അങ്ങനെയുള്ള എന്താ പറയുക, കുബേരന്റെ മുത്തശ്ശനുമാണ് തൃണബിന്ദു, അല്ലെ? തൃണബിന്ദുവിന്റെ മകളായ ഇടവിടയുടെ മകനാണ് കുബേരൻ. അപ്പൊ ആ അർത്ഥത്തിലും ആള് ഫേമസ് ആയി. മറ്റ് രാജകുമാരന്മാരിലൂടെയും അദ്ദേഹത്തിന്റെ യശസ് നിലനിർത്തി. അപ്പൊ ഇങ്ങനെ ഈ വംശം ഇത്രയും പറഞ്ഞ് ദിഷ്ടന്റെ വംശം എത്ര തലമുറകൾ പറഞ്ഞു നോക്കിയാല്, അല്ലെ? ദിഷ്ടനിൽ നിന്ന് നാഭാഗൻ, നാഭാഗനിൽ നിന്ന് ബലന്തനൻ, ബലന്തനിൽ നിന്ന് വത്സപ്രീതി, വത്സപ്രീതിയിൽ എണ്ണുകയാണെങ്കിൽ ദിഷ്ടൻ, നാഭാഗൻ, ബലന്തനൻ, വത്സപ്രീതി, വത്സപ്രീതിയിൽ നിന്ന് പ്രാംശു, പ്രാംശുവിൽ നിന്ന് പ്രമതി, പ്രമതിയിൽ നിന്ന് ഗനിത്രൻ, ഗനിത്രനിൽ നിന്ന് ചാക്ഷുഷൻ, ചാക്ഷുഷനിൽ നിന്ന് വിവിംശതി, വിവിംശതിയിൽ നിന്ന് രംഭൻ, രംഭനിൽ നിന്ന് ഖനിനേത്രൻ, ഖനിനേത്രന്റെ പുത്രനായി കരന്തമൻ, കരന്തമന്റെ പുത്രൻ അവീക്ഷിത്ത്, അവന്റെ പുത്രൻ മരുത്തൻ, പിന്നീട് മരുത്തന്റെ പുത്രൻ ദമൻ, ദമന്റെ പുത്രനായിട്ട് രാജ്യവർദ്ധനൻ, അവന്റെ പുത്രൻ സുധൃതി, അവന്റെ പുത്രൻ നരൻ, അവന്റെ പുത്രനായി കേവലൻ, അവനിൽ നിന്ന് ബന്ധുമാൻ, പിന്നെ വേഗവാൻ, പിന്നെ ബന്ധു, പിന്നെ തൃണബിന്ദു. തൃണബിന്ദു ആകുമ്പോൾ തന്നെ 23ാമത്തെ തലമുറയായി കഴിഞ്ഞു. പിന്നെ തുടരുന്നു. തൃണബിന്ദുവിന്റെ വംശത്തില് വിശാലൻ 24, വിശാലന്റെ പുത്രനായിട്ട് ഹേമചന്ദ്രൻ 25ാമത്തെ തലമുറ, അവന്റെ പുത്രനായി 26ാമത്തെ തലമുറ ധൂമ്രാക്ഷൻ, അവന്റെ പുത്രനായിട്ട് സംയമൻ 27, സഹദേവൻ 28, കൃശാശ്വൻ 29, സോമദത്തൻ 30. അങ്ങനെ സോമദത്തന്റെ പുത്രനായി 31ാമനായി സുമതി, സുമതിയുടെ പുത്രനായി ജനമേജയൻ. 32 തലമുറകള് എണ്ണി എണ്ണി പറഞ്ഞു. ജനമേജയ പര്യന്തം, ദിഷ്ടൻ മുതൽ ജനമേജയൻ വരെ. ഇതുപോലെയാണ് ഇനി ഓരോരോ രാജ പരമ്പരകളെയും എണ്ണി എണ്ണി പറയാനിരിക്കുന്നത്. നമുക്ക് തുടർന്ന് കാണാം. ഇന്നിപ്പോ ഇവിടെ നിർത്തുകയാണ്. ഇന്ന് വൈകുന്നേരം ക്ലാസ് ഉണ്ടാവില്ല, നാളെ രാവിലെയും ഉണ്ടാവില്ല. നാളെ വൈകുന്നേരം നോക്കാം. നാളെ രാവിലെ കുറച്ച് തിരക്കുകളുണ്ട്.
നാളെ വൈകുന്നേരം നോക്കാം. 3-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഇപ്പൊ ഇവിടെ സമർപ്പിക്കുകയാണ്. ഹരി ഓം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ സൂര്യവംശ നിരൂപണ പ്രകരണേ ദ്വിതീയോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. നാളെ വൈകുന്നേരം നോക്കിയാൽ. ഹരി ഓം. നാരായണ. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.